എന്റെ അമ്മേ. ഒന്നും പറയണ്ട, നിങ്ങൾ വെറും മണ്ണ. നിങ്ങളുടെ തലയ്ക്കകത്ത് മണ്ണ. ശാന്തേ, നിങ്ങൾക്ക് പറ്റിയത് പോലീസ് പണി തന്നെയാ. എങ്ങാണ്ടൂന്ന് കയറി വന്ന ഒരു കിഴവൻ പിള്ളേരെ ഒറ്റയടിക്ക് കയ്യിലെടുത്തു. അയാള് പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. ഞാനൊന്ന് ഡാൻസ് ചെയ്താലോ? ഓട്ടം തുള്ളലൊക്കെ കുറച്ച് എനിക്കറിയാലോ. കുട്ടികളോട് നന്നായി പെരുമാറി അവരുടെ സ്നേഹം പിടിച്ചെടുത്തില്ലെങ്കിലേ ഇവിടുന്ന് ഓടിത്തുള്ളി പോവേണ്ടി വരും. ഓടണോ തുള്ളണോ എന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. കാണാം. മോൻ ഗംഭീരമായിട്ട് ക്രിക്കറ്റ് കളിക്കണ്ടല്ലോ. ക്രിക്കറ്റ് അല്ലാതെ എന്തായാലും കളി ഗംഭീരം തന്നെ. മോന്റെ ഈ മിടുക്കും കളിയൊക്കെ കാണുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരിക. അതെന്താ? ഇതുപോലെ തന്നെയായിരുന്നു ഞാനും. അന്നത്തെ കളി കള്ളനും പോലീസും കളിക്കില്ല. അമ്മാവൻ ഒറ്റയ്ക്ക് കള്ളൻ, അപ്പുറത്തുള്ളവരും മുഴുവനും പോലീസുകാര്. എല്ലാ കളിയിലും കള്ളം പോലീസുകാർ ഇടിച്ചു വീഴ്ത്തും. അങ്ങനെ സ്റ്റണ്ടൊക്കെ അറിയോ? പിന്നെ മോൻ സിനിമയിൽ ജാക്കി ചായനെ പറ്റി കേട്ടിട്ടില്ലേ? അതേപോലെ അമ്മാവനും സ്റ്റണ്ട് ചെയ്യും. എന്നാ നമുക്ക് കളിക്കാം. കളിക്കാം. മോൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്ക്. അമ്മാവൻ ഇടിക്കുന്ന പോലെ കാണിക്കുള്ളൂ, മേല് കൊള്ളില്ല കേട്ടാ. മേല് കൊണ്ടില്ലല്ലോ. ഇല്ല. വാ, ഇനി ഇതുപോലെ തന്നെ വന്ന് നിൽക്ക്. അതുപോലെ തന്നെ വീഴണം. അയ്യോ, ഞാൻ ഇടിക്കാം. ഓ, ഞാൻ വീഴാം. ഞാൻ വീഴാം. കൊല്ലല്ലോ ചക്കൻ. ഇത് നല്ല കളി, എന്നും കളിക്കാം. മരണം വരെ കളിക്കാടാ. എന്നാ അയ്യോ പത്രല്ലടാ കൈ തരാൻ. എന്റെ മൂത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാ? ഒന്നുമില്ല. ഇവിടെ എവിടെങ്കിലും പൊട്ടിയിട്ടുണ്ടോ നോക്കി. എവിടെ? ഇവിടെ പൊട്ടിയിട്ടുണ്ട്. പുറത്തോടിഞ്ച് വരാനല്ല. അല്ല, വായിൽ ഉപ്പുരസം തോന്നുന്നുണ്ട്. ചെറുതായിട്ട് ഒരു പുരസില്ലേ? എന്നാ ഉള്ളു പൊട്ടിയിട്ടുണ്ടാവും. അവൻ നല്ല മിടുക്കനാ. എന്നാ അവന് നല്ല ഇഷ്ടായി. പൊട്ടിച്ച മോനെ നിന്നെ ഞാൻ കൊല്ലും. ഇപ്പൊ ശരിക്കും അരി ഓരിയായി. ആരാത്? ആരാത്? ആരാന്ന്? ആരാന്ന് പറയുന്നതല്ലേ നല്ലത്? അതൊക്കെ ആരാണെന്ന് പറയാൻ. വെറുതെ എനിക്ക് ടെൻഷൻ തരരുതോ. ആരാത്? മനുഷ്യരെ പേടിപ്പിക്കുന്നത് ആര്? നിലവിളിച്ച്? നീ എന്നോട് നിലവിളിച്ച് എന്നെ പേടിപ്പിച്ചത്? ഞാനാ? ഒറ്റ വീക്ക് വെച്ചതാണല്ലോ പച്ചപ്പാഴിക്ക് വന്നാണ് മനുഷ്യരെ പേടിപ്പിക്കുന്നത്. ആരെങ്കിലും കൊല്ലാൻ വന്നോ ഇങ്ങനെ നടന്ന് കാണാൻ? ഞങ്ങളുടെ പ്രാണം പോയനല്ലോ. എന്താ എന്താന്ന്? പുറത്ത് 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 വല്ല തേളും കുത്തിയിട്ടുണ്ടാവും. എന്റെ പുറത്തല്ലടാ, വീടിന്റെ പുറത്ത്. വീടിന് പുറത്താ? വീടിന് പുറത്ത് എന്തോന്നു? ഇതാരായി വാതിൽ തുറന്നിട്ടിരിക്കുന്നത്? പ്രേതം. പ്രേതം? ചത്തുപോയ മീരയുടെ പ്രേതം.
ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? ചത്തുപോയ മീരയുടെ പ്രേതമാ. പ്രേതോ എവിടെ? പ്രേതം എവിടെ? പ്രേതം ഇവിടെ അല്ല, പുറത്തിറങ്ങി നോക്കണം. നീ പോയി നോക്ക്. നിനക്ക് നോക്കിയാ എന്താ? പേടിയാ? പേടി ഉണ്ടായിട്ടൊന്നുമില്ല. എനിക്ക് ഈ പ്രേതത്തിലും പിശാചിലും ഒന്നും വിശ്വാസമില്ല. വിശ്വാസമില്ലാത്തൊരു നോക്കിയാൽ കാണൂല. അതാണ് ശാസ്ത്രം. ശാസ്ത്രം അങ്ങോട്ടിറങ്ങി നോക്കണം. പുല്ലേ പേടിത്തൊണ്ടന്മാര് ഇങ്ങോട്ട് വരാൻ. എവിടെ എവിടെ കണ്ടുന്നാ? എന്നിട്ട് അവളെവിടെടാ? ഞങ്ങളോടാ ചോദിക്കുന്നു. വല്ല സ്വപ്നവും കണ്ടതായിരിക്കും മനുഷ്യനെ മെനക്കെടുത്താൻ. പേടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു പേടി. പേടിത്തൊണ്ടൻ. ബാലകൃഷ്ണ അതിനിടയ്ക്ക് അങ്ങോട്ട് പോയോ? ഇങ്ങോട്ട് തന്നെ. ആരാണ് ചോദിച്ചത്? ഏത് നിക്കണ കണ്ടില്ലേ? അത് വാഴയാമത്താച്ചേട്ടാ. വാഴയാണെങ്കിൽ എന്താ? വാ തുറന്ന് പറഞ്ഞൂടെ? മനുഷ്യനല്ലേ ചോദിക്കണത്? നീ വന്നേ. ഓരോരോ പിച്ചും പേയുമായിട്ട് ഇറങ്ങിക്കൊള്ളും. ബാക്കിയുള്ളവർ ഉറക്കം കളയാൻ. നീ വന്നേ, ഇങ്ങോട്ട് വരാൻ. ഇതേ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടന്നിട്ട് ഉണ്ടാക്കി വെക്കുന്ന സൂക്കേടാ. അല്ലാതെ പ്രേതമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അന്ന് നീ മാംഗ്ലൂർ വെച്ച് അവളാണെന്ന് പറഞ്ഞ ഒരു പട്ടാണി പെണ്ണിന്റെ തുണി പൊക്കി നോക്കി അട്ടി കൊണ്ട് പിരിന്നില്ലേ? അത് എന്നാ കേസ്. അപ്പൊ ഇവിടെ നിന്നതോ? വാതിലടച്ചിടന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പൊ നിങ്ങൾ പുറത്തു കിടക്കുക. പ്രേതോ? പേടിക്കണ്ട, ഞാൻ പ്രേതം യക്ഷിയൊന്നുമല്ല. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഞാൻ മരിച്ചിട്ടുമില്ല. ഇപ്പൊ മണി എത്രയായി ടീച്ചറെ? ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ്. കുട്ടികൾക്ക് മാതൃ കാണിക്കേണ്ട ടീച്ചർ എങ്ങനെയാ? നോ നോ, ഒരു ഗവൺമെന്റ് LP സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. ഈ നാശം പിടിച്ച സ്ഥലത്തേക്ക് ബസ് കിട്ടണ്ടേ? ഞാൻ എന്ത് ചെയ്യാം മാഷേ? പിന്നെ മാഷുള്ളതുകൊണ്ട് എന്നാ കുഞ്ഞാൻ ടീച്ചറിന് ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. എന്ത് പുസ്തക ടീച്ചറുടെ കയ്യിലുള്ളത്? ഇത് മനോരമയോ? മനോരമയാണല്ലേ. മനോരമ വായിക്കാൻ എന്ത് സുഖാന്നറിയോ? എന്താ മാഷേ കുഞ്ഞാനി ടീച്ചറുമായിട്ട് ഒരു കിന്നാരം? ആര്? ഞാനോ? അതിനിത്തിരി പുളിക്കും. എനിക്ക് മാഷ അറിഞ്ഞൂടെ? ടീച്ചറുടെ നുണക്കുഴി ഒന്ന് ചിരിക്കണേ. മിണ്ടായിരിക്കടാ. നിനക്കൊക്കെ പോയി വല്ല കന്നല്ലേ മേച്ചൂറ. പഠിക്കാൻ വന്നാ പഠിക്കണം. ഇതെന്താ ചന്തപ്പരയാ? എന്റെ അടുത്ത് വിളവെടുക്കണ്ടോ? എന്താ ഇവിടെ? ഇവിടെ എന്താ? ഇവിടെ എന്താ? മാഷ ഇവന് പഠിക്കണമെന്നില്ലാന്ന്. നിനക്ക് പിന്നെ എന്താ വേണ്ടേ? ഇവനാ പറഞ്ഞ മാഷെ. എന്താ പറഞ്ഞ? പഠിപ്പിക്കാൻ വരുന്നതും പഠിപ്പിച്ചാ മതിന്ന്. ഒറ്റ വീക്ക് വെച്ചേട്ടോ. കേരള പിഞ്ഞില് രണ്ടാൾ കയറ. എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ലേ? ടീച്ചറെ പദ്യല്ലേ? അല്ല, ഇന്ന് കേട്ടെഴുത്താ. അപ്പൊ കേട്ടെഴുത്ത് തുടങ്ങാം. എല്ലാവരും പുസ്തകം എടുത്തേ. കേട്ടെഴുത്താണ്, കേട്ടെഴുത്തേ. ഓടിച്ചതിന്റെ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിൽക്ക്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്നേ. ക്ഷമിക്കണം, ഓ, ക്ഷമിക്കണം. അച്ഛനുണ്ടോ? അച്ഛനുണ്ടോ? കിടപ്പിലാണ്. സമാധാനായി. അമ്മയുണ്ടോ? അമ്മയുണ്ടോന്ന്? കുഴപ്പമില്ല. പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? മാഷേ ഏത് പാടത്തിലെയാ? നീ മലയാളം പഠിച്ചതല്ലേ? എഴുതടാ. പട്ടി ഉണ്ടോ? കെട്ടിയിടാം. ഇന്ന് വരാം. ഇന്ന് വരാം.
തല്ലുകൊള്ളും. ഓ എന്തെന്ന് ആരാടാ കുവിയത്? ആരാടാ കുവിയത്? അബ്ദുൾ മാഷെ. എല്ലാവരും ഇരിക്ക്. നിന്നെ ഞാൻ തല്ലണില്ല. മൂത്തോരെ തല്ലി നരകത്തിൽ പോയി ഞാൻ തയ്യാറല്ല. നീ ഇറങ്ങട്ടാ ചിട്ടുങ്ങ എടാ ചവി ആടിന്റെ പീ അത്രയല്ലേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വന്നേ. നീയൊക്കെ ഈ ക്ലാസ്സിൽ ഇരുന്നാലേ ബാക്കിയുള്ള കുട്ടികളും കൂടി ചീത്തയാവുള്ളൂ. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുറെ കാലായില്ലടാ വന്ന് നരകണേ. എന്താ മൊയ്തുക്ക? മോന്റെ ഒരു കത്ത് വന്നിരിക്കുന്നു. വൈകുന്നേരം വരെ ഇതും കൈ പിടിച്ച് കുത്തിരിക്കാൻ നമുക്ക് ക്ഷമയില്ല മാഷെ. പ്രിയപ്പെട്ട ഉപ്പ അറിയാൻ റഹീം എഴുതുന്നത്, അള്ളാഹുവിന്റെ കൃപയാൽ എനിക്ക് സുഖം തന്നെ. അവിടെയും അങ്ങനെയെന്ന് പടച്ചവനിൽ വിശ്വസിക്കുന്നു. ഉപ്പ പറഞ്ഞ തുക 1 മാസത്തിനകം അയക്കാം. ഈടയുടെ പണി തുടങ്ങിക്കോളൂ. അബ്ദു നന്നായി പഠിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം. അവനെ നന്നായി പഠിപ്പിക്കണമെന്നുണ്ട്. മാഷോട് ശ്രദ്ധിക്കാൻ പറയണം എന്ന് സ്വന്തം മകൻ റഹീം. ഇനി ധൈര്യമായിട്ട് നമുക്ക് ആ പീഡന്റെ പണി അങ്ങോട്ട് മുയിപ്പിക്കാല. ഓന്റെ കായ് വരുമല്ലോ. അത് നന്നായി പഠിക്കണില്ലേ അബ്ദു? ബമ്പനോയെ ഓന്റെ ബാപ്പാക്ക് ഒറ്റ വിചാരേ ഉള്ളൂ, ഓനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം. എന്റെ കർത്താവേ, എന്താ മാഷെ? ഒരു ചെറിയ മിന്നല പോയി 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 പോയി. അടുത്ത പ്രാവശ്യം എന്റെ ബാപ്പ വരുമ്പോ മാഷക്കൊരു മുന്തിയ ടേപ്പ് റെക്കോർഡ് കൊണ്ടുവരാൻ ഞമ്മള് പറയാം. എന്തേ? എന്തിനടാ കുട്ട ഇവിടെ വന്ന് നിക്കണേ? നീ ക്ലാസ്സിലേക്ക് പോടാ. ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. മാഷെ തുണി മാറ്റാൻ മാഷ്. അസീസ നമ്മുടെ കുട്ടിയാ, ധൈര്യമായിട്ടിരിക്കാം. അസീസ നീ പേടിക്കണ്ട, ഒരു ഗ്ലാസും കൂടെ കൊടുത്തു. ഞാനിത് കഴിക്കില്ല. നിർബന്ധിക്കണ്ട, 3 ആൾക്ക് തികയില്ല. ഇയാളെന്തിട്ട് ഈ കുഞ്ഞിനിച്ച് കളിക്കണം? പണ്ടാറ് നിൽക്കണ്ടും. അതൊക്കെ പിന്നെ ഒന്ന് മുട്ടി. വേണ്ട വേണ്ട വേണ്ട. കുഞ്ഞാൻ ടീച്ചറുടെ ബ്ലൗസ് ഉണ്ടാകുന്നുണ്ടല്ലേ? അത് തയ്ച്ചാ? ഇല്ല. അതിന്റെ തുണി എങ്ങനെയുണ്ട്? വളരെ നൈസാ. മാഷ് വാങ്ങിച്ചു കൊടുത്ത തുണിയാ. അതിന്റെ കാശും മാഷ് തന്നെ എന്നോളൂ കേട്ടോ. മാഷ് ഇങ്ങനെ എത്ര കാലം നോക്കിയും കണ്ണു കാണിച്ചു ഇങ്ങനെ കഴിയും? ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം, കെട്ടാൻ പറ്റുമെന്ന്. കെട്ടിയ ഇതിന്റെ പുതുമ പോയില്ലേ? ഇതാ അതിന്റെ ഒരു രസം അല്ലേ? എടാ അസീസെ, നീ ഒരാണല്ലേ? അല്ലേ? അയ്യോ അസീസെ, നീ ആണല്ലേ? കെട്ടണോ നിനക്ക് ആമീനെ? ഉണ്ടോ നിന്റെ അടുത്ത് വില്ലു വല്ലതും? ഉണ്ടെങ്കിൽ എടുത്ത് കൊലക്കടാ. ഉണ്ടേ? ശരിയല്ലേ? ഇതിനുണ്ടായിരുന്ന സാധനം എവിടെ? താൻ ഓവറാവണ്ടെന്ന് കരുതി ഞാനെടുത്ത് കുടിക്കാനാണ് അവരുടെ പെരട്ട നഗരെ. കുടിച്ചാ മതിയാക്കും കഷണ്ടി. അവനത് ചെയ്യും. അവന്റെ എല്ലാ നോവലിലും ഉണ്ടല്ലോ 1-2 റേപ്പ്. ഈ എഴുത്തുകാരന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണല്ലോ അവന്റെ രചനയിലൂടെ പുറത്തു വരുന്നത്. സാറൊന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? ഒരു തഹസിൽദാരെ വീട്ടിൽ കയറി റേപ്പ് ചെയ്യാനുള്ള ധൈര്യമൊന്നും കോട്ടപ്പുറത്തിനില്ല. അതില്ലാത്തതുകൊണ്ടാണല്ലോ മറ്റൊരുത്തിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ മേല. പിന്നെ എന്ത് പാടോ? പത്രങ്ങളിൽ മുഴുവൻ വെണ്ടക്കയിൽ വാർത്ത കൊടുത്തിരിക്കുന്നത്. അതിന് പത്രം എന്റെ മുഖത്തോട്ടെറിയുന്ന എന്തിന്? സാറ് വാരികയുടെ ഉടമസ്ഥനും ഞാൻ അതിന്റെ എഡിറ്ററുമാണ്. അല്ലാതെ സാറ് ജന്മിയും ഞാൻ കുടിയാനൊന്നുമല്ല. അത് ഓർമ്മ വേണം. എന്റെ വിഷമം താൻ മനസ്സിലാക്കാത്ത എന്താ? ഈ കിഴങ്ങന്റെ നോവല് വരാൻ തുടങ്ങിയ പിന്നെ നമ്മുടെ വാരികയൊന്ന് പച്ച പിടിക്കാൻ തുടങ്ങിയത്. ഇവൻ വല്ല കേസിലും പെട്ട അകത്തായ സാഗർ കോട്ടപ്പത്തൻ നോവൽ ഇതാ വരുന്നു പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ട് ആഴ്ച 3 ജയിലിനകത്തിരുന്നു എഴുതാലോ. താൻ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഇത് കേസ് റേപ്പാ. പോലീസുകാർ കൈയും കാലും തല്ലി ഒടിച്ചാ പിന്നെ ശരീരത്തിന്റെ ഏത് ഭാഗം വെച്ചാ എഴുതുന്നേ? പല്ലു വെച്ചോ, അതോ മൂക്ക് വെച്ചോ, അതോ മറ്റേതെങ്കിലും വെച്ചോ? വണ്ടി നിർത്തളൂ. സർ, മഞ്ചാടി വരികയുടെ മുതലാളി എഡിറ്റർ വന്നിട്ടുണ്ട്. ഓഹോ, വരാൻ പറയൂ. യെസ് സർ. ഭരണകക്ഷിക്ക് പാദസേവ ചെയ്യാനൊന്നുമല്ലോ ഞാൻ പത്രം നടത്തണേ. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്നാ. ലോക്കപ്പിലൊന്നും അല്ലടോ. സാർ ഇരിക്കണം. ഞാൻ മഞ്ചാടിയുടെ ഒരു സ്ഥിരം വായനക്കാരനാ. ആണോ? ഞാൻ മാമച്ച മുതലാളി. ഇതെന്താണ് സാർ സംഭവിച്ചത്? സാഗർ കോട്ടപ്പുറം ലോക്കപ്പിലാണോ? ആളിനെ ഇപ്പോ സർക്കിൾ ഓഫീസിലേക്ക് കൊണ്ടുപോയിരിക്കാം. എന്തിനെ? ഇൻട്രോഗേഷൻ. എന്താ പറഞ്ഞേ? ചോദ്യം ചെയ്യൽ. നമുക്ക് അയാളെ എത്രയും പെട്ടെന്ന് ജാമ്യത്തിനെടുക്കണല്ലോ. ഇനി കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടൂ. സാറിന് കാപ്പിയോ ചായയോ അത് തണുത്ത വല്ലതും? സദ്യ ഉണ്ണാൻ ഞാൻ വേറൊരു ദിവസം വരാം. ഇപ്പൊ എന്തെങ്കിലും അടിയന്തരമായി ചെയ്തേ പറ്റൂ. എന്റെ മഞ്ചാടി 3 ലക്ഷത്തിൽ നിന്ന് ഒറ്റയടിക്ക് 6 ലക്ഷമാക്കിയതിൽ കോട്ടപ്പുറത്തിന്റെ പങ്ക് ചില്ലറയൊന്നും അല്ല. സാർ, ഈ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന തഹസീൽദാരുടെ നാവിന്തുമ്പത്ത കോട്ടപ്പുറത്തിന്റെ ഭാവി. പെണ്ണുങ്ങൾക്കാണല്ലോ ഇപ്പൊ നിയമത്തിന്റെ എല്ലാ സംരക്ഷണവും. കോട്ടപ്പുറം സാറും തഹസീൽദാരും തമ്മിൽ നേരത്തെ ഒരു വടംവലി ഉണ്ടായിരുന്നു. അതിന്റെ പ്രതികാരമാവാനും മതി. എന്തായാലും സാർ ഈ തഹസീൽദാരെ ഒന്ന് കണ്ട് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് ശ്രമിക്കുന്നതാ ബുദ്ധി. എന്റെ അനുവാദം ഇല്ലാതെ എന്റെ വീട്ടിൽ കയറിയവനൊക്കെ
അതിന്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തഹസിൽദാർ, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഉടൻ വരുന്നു. സാഗർ കോട്ടപ്പുറത്തിന്റെ പുതിയ നോവൽ എന്ന് പരസ്യം ചെയ്തിട്ട് ആഴ്ച 3 കഴിഞ്ഞു. ഞാൻ മാപ്പ് പറയാം, കാല് പിടിക്കാം. കോട്ടപ്പുറത്തിന്റെ പേരിലുള്ള കേസ് പിൻവലിക്കണം. ദയവ് ചെയ്ത് അയാളെ കഥ എഴുതാൻ അനുവദിക്കൂ. ഇനി ഒരിക്കലും അയാൾ കഥ എഴുതരുത്. മലയാള സാഹിത്യത്തിൽ മഞ്ചാടി എന്ന വാരികയ്ക്കും സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റിനും ചവറ്റുകൊട്ടയിലാണ് സ്ഥാനം. 6 ലക്ഷമാണ് ഞങ്ങളുടെ സർക്കുലേഷൻ. അതിൽ കൂടുതൽ സർക്കുലേഷനുള്ള ചവറുകൾ വേറെയുണ്ട്. യഥാർത്ഥത്തിൽ കോട്ടപ്പുറം നിങ്ങൾ റേപ്പ് ചെയ്തോ? Get out. I said get out. ഇവളെ ഒരു തവണയല്ല പലതവണ റേപ്പ് ചെയ്യണം. ഒരു 10 50 കൊടുക്കാന്ന് പറ. എന്തിന് റേപ്പ് ചെയ്യാനാ? അതിനല്ല കേസി നൂരാൻ. എടോ, അക്കാര്യത്തിലേക്ക് കടക്കാൻ അവൾ അതിന് നിന്ന് തരണ്ടേ? പണം കൊടുക്കാൻ ആദ്യമേ പറയേണ്ടതായിരുന്നു. സാർ ഒന്നുകൂടി ഒന്ന് ശ്രമിക്കും. വേണ്ട. വേണം. വേണ വേണം. സാറേ, പവർ കട്ട് സമയത്ത് വരാം. എത്രയും പെട്ടെന്ന് എനിക്ക് അവളെ റേപ്പ് ചെയ്യണം. ആരെ? വണ്ടി വിടാൻ. പൊന്നപ്പ, വണ്ടി വേഗം ടിവിയിലേക്ക് വിട്ടോ. ഞാനാ പറയുന്നത്, വണ്ടി താലൂക്ക് ഓഫീസിലേക്ക് വിടാൻ. ഇനി സാഗറിനെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. കള്ളക്കേസിൽ അഴിയെണ്ണുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അനേകം ദൃക്സാക്ഷികളുടെ മുന്നിൽ വെച്ച് യഥാർത്ഥത്തിൽ റേപ്പ് ചെയ്തിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൊലക്കേർ കഴുത്തിലിടുന്നത്. സാഗറെ, താനൊന്ന് അടങ്ങ്. തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലായിരിക്കാം, പക്ഷെ അനേക ലക്ഷം വായനക്കാരുടെ സ്ഥിതി അതല്ല. എന്റെ സ്ഥിതി അതല്ല. തന്റെ നോവൽ അച്ചടിച്ചു വിടുന്ന വാരിക മുതലാളിമാരുടെ സ്ഥിതി അതല്ല. താൻ ജനങ്ങളുടെ കണ്ണിലുണ്ണിയാണോ? എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. എന്നെ ഓർത്തെങ്കിലും താൻ അതിക്രമം ഒന്നും കാണിക്കരുത്. താൻ ഈ കേസിൽ പെട്ടു എന്ന് അറിഞ്ഞ അന്ന് മുതൽ ഈ മാമച്ചൻ ഉണ്ടിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. കാരണം താൻ വലിയൊരു കലാകാരനാ. ജാമ്യത്തിലിറക്കാൻ എത്ര ലക്ഷം വേണമെങ്കിലും ചെലവാക്കാന്ന് ഞാൻ വക്കീലിനോട് പറഞ്ഞു. അതാ സാഗര യഥാർത്ഥ സ്നേഹം. അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ ഇയാൾ എന്റെ ഇഷ്ടത്തിന് നിൽക്കണം. ഞാൻ നിൽക്കും, തന്റെ കൂടെ നിൽക്കും. ഒരു 2 ദിവസം കൂടി കഴിഞ്ഞോട്ടെ. അതെന്തിന്? ഇത്രയും ദിവസം ജയിലിൽ കിടന്ന് താൻ ക്ഷീണിച്ചിരിക്കുക. നന്നായിട്ടൊന്ന് റേപ്പ് ചെയ്യാനുള്ള ആരോഗ്യം തനിക്കിപ്പില്ല. അത് ഇയാള് പറയരുത്. അവളോടുള്ള വൈരാഗ്യം മൂത്ത് മൂത്ത് ഞാനൊരു സിംഹമായി മാറിയിരിക്കുക. ഇതെവിടാ സ്ഥലം? ഇത് ടിബിയാ. അപ്പൊ താലൂക്ക് ഓഫീസ്? ഒന്ന് ഇറങ്ങ് സാഗറെ. എന്നോട് ആജ്ഞാപിക്കുന്നത് അപേക്ഷിക്കും. ആ, അപേക്ഷിക്കണു. ഒന്ന് ഇറങ്ങ്. താലൂക്ക് ഓഫീസിൽ പോണം. താലൂക്ക് ഓഫീസിൽ പോണം. 2 എണ്ണം കൂടി അടിച്ചിട്ട് പോയാ പോരെ. നോവലിസ്റ്റല്ലേ തഹസിൽദാരെ റേപ്പ് ചെയ്ത? അതേടാ, തഹസിൽദാരെ റേപ്പ് ചെയ്ത അതേ നോവലിസ്റ്റ് തന്നെ ഞാൻ. നിന്റെ സ്വന്തത്തിൽപ്പെട്ട വല്ലവരും വന്ന് ഞാൻ റേപ്പ് ചെയ്യണോ? പറയടാ. സ്വന്തത്തിൽപ്പെട്ട ആരുമില്ലെന്ന്. നിന്റെ സ്വന്തത്തിൽപ്പെട്ട ആരെങ്കിലും വന്ന് ഞാൻ റേപ്പ് ചെയ്യണോ? റേപ്പ് ചെയ്യണോ? ഇന്ന് വരെ ഒരു ഈച്ചയെ പോലെ റേപ്പ് ചെയ്യാത്ത എന്നെ എല്ലാരും കൂടെ റേപ്പിസ്റ്റാക്കി. എനിക്ക് റേപ്പ് ചെയ്യണം. എനിക്ക് റേപ്പ് ചെയ്യണേ. നമസ്കാരം. ഇതെവിടാ സ്ഥലം? നമ്മളിപ്പോ ടിവിയില് VIP മുറിയില്ല. ഇത് സാക്ഷി, മറുനാട്, മലയാളക്കര, വാരികയുടെ ആളുകളല്ലേ? എന്താ എല്ലാരും കൂടെ? മരുപ്പച്ച തേടിയുടെ 9ാം അധ്യായം ചാക്യാർകൂത്തിന്റെ ക്ലൈമാക്സ് നാളെ കമ്പോസ് ചെയ്തില്ലെങ്കിൽ അധ്യായം മുടങ്ങും. പാതി വഴിക്കും നോവൽ അവസാനിക്കും. അവസാനിക്കട്ടെ. സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റ് മരിച്ചു പോയതിനാൽ നോവൽ നിർത്തുന്ന പരസ്യം ചെയ്തോളൂ. അതേടോ, സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റ് മരിച്ചു. ഇപ്പൊ ഈ നിൽക്കുന്ന അയാളുടെ പ്രേതമാണ് ഇവിടുത്തെ തഹസിൽദാരെ രക്തം കുടിക്കാൻ വന്ന പ്രേതം. മുള്ള മുട്ടയിക്കുമ്പോഴാണ് ചാക്യാർ കൂത്ത്. റാസ്കൽസ്. ഇയാളെന്താ പോവാത്ത? അവന്മാരെ ഇറക്കി വിട്ടത് നന്നായി. കേരളത്തിന്റെ പ്രിയപ്പെട്ട നോവലിസ്റ്റ് അകത്തായപ്പോ അയാളെ ജാമ്യത്തിലെടുക്കാൻ ഒരുത്തനും വന്നില്ല. നന്ദിയില്ലാത്ത വർഗം. ഞാൻ ഒരുത്തനോട് അപേക്ഷിച്ചിട്ടില്ല എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ. അപേക്ഷിക്കാതെ വരുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. അല്ല, കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കള്ള കണ്ണുള്ളവനാണ് താൻ. കത്തുന്ന പുരയിൽ ഈർക്കിൽ വലിച്ചൊരുന്നവൻ. ഞാനെന്ന മനുഷ്യനെ താൻ കാണുന്നില്ല. തനിക്ക് വേണ്ടത് നോവലിസ്റ്റിനെയാണ്. തന്റെ തൊലിഞ്ഞ വാരികയിൽ നോവൽ എഴുതാമെന്ന് ഏറ്റ വിറ്റയായ നോവലിസ്റ്റിനെ എനിക്ക് മനസ്സിലൂടെ എഴുതാൻ ഉടനെ വേണമെന്നില്ല കോട്ടപ്പുറം. എങ്കിലും ഒന്ന് ഓർക്കുക, നമ്മൾ പരസ്യം ചെയ്തിട്ട് 5 ആഴ്ച കഴിഞ്ഞു. നമ്മളല്ല, താൻ.
എന്റെ കർത്താവ്, എന്റെ മഞ്ചാടിയുടെ ഭാവി. എനിക്ക് പൊതിരെ തല്ല് കിട്ടി. എവിടുന്നാ? കല്ലേറ് കൊള്ളാത്ത ഒരവയവം ഇപ്പൊ ഈ ശരീരത്തിലില്ല. താൻ പിന്നെയും അവളോട് മാപ്പ് പറയാൻ പോയോ? ഇല്ല, വാടക വീട്ടിൽ ചെന്ന് നമ്മുടെ സാധനങ്ങൾ എടുക്കാമെന്ന് വെച്ച് പോയതാ. കല്യാണക്കത്തും പൊക്കിപ്പിടിച്ചുള്ള വക്കീലിന്റെ ചോദ്യങ്ങൾ, അന്തം വിടുന്ന നായകൻ ഒരു വശത്ത്, ഞെട്ടിത്തരിക്കുന്ന നായിക മറുവശത്ത്. ഈ കോടതി രംഗം അതേപടി ഒരു അധ്യായമാക്കാം. വായനക്കാരന്റെ കണ്ണു തള്ളും, ഞരമ്പുകൾ വലിഞ്ഞു മുറുകും. ചൂടാറുന്നതിന് മുമ്പ് ഈ മാറ്ററിന്റെ എഴുതി തന്നേക്ക്. അതിരിക്കട്ടെ, കല്യാണക്കത്തടിച്ചു, കല്യാണം നടന്നില്ല, അതെന്താ കാരണം? അത് പോട്ടെ, 5-6 വർഷത്തിനിടയിൽ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ നായകൻ നായികയെ തിരിച്ചറിഞ്ഞില്ല, നായിക നായകനെ തിരിച്ചറിഞ്ഞില്ല. ഈ സിനിമയിലും നോവലിലും ഒക്കെ പഴയ കാലം മറന്നു പോണ ഒരു രോഗം ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്? അമ്ലേഷ്യം അല്ലേ? രണ്ടാൾക്കും അമ്ലേഷ്യം പിടിപെട്ടതാണോ? എന്തെങ്കിലും ഒന്ന് പറ എന്റെ കോട്ടപ്പുറം. ഇപ്പൊ തന്നെ എഴുതി തന്നാ ഇപ്പൊ തന്നെ കമ്പോസിങ്ങിന് കൊടുക്കാം. നായകനും നായികയ്ക്കും അമ്ലേഷ്യം വേണ്ട, വായനക്കാര് വിശ്വസിക്കില്ല. ഒരാൾക്ക് മതി അമ്ലേഷ്യം. ഗസറ്റഡ് എച്ചി അധ്യായം 6 അമ്ലേഷ്യം എന്ന ടൈറ്റിലും കൊടുക്കാം. കഴിഞ്ഞ ലക്കത്ത് കഥ എവിടെയാ നിൽക്കുന്നതെന്ന് അറിയോ? എവിടെ നിർത്തിയിരിക്കണേ? അതറിയാതെ ചുമ്മാ അമലേഷ്യം അമലേഷ്യം എന്ന് പുലമ്പിയിട്ട് കാര്യമില്ല. അമലേഷ്യം അങ്ങനെ ഒരു വാക്കില്ല. പിന്നെ ഈ മറവി രോഗത്തിന്റെ പേരെന്താന്ന്? അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. സാഹിത്യകാരൻ ജയദേവനെ അനിത വശത്താക്കി ദിലീപും ജയദേവനും ഈ പ്രശ്നത്തിൽ പൊരിഞ്ഞ അടി നടന്നു. ദിലീപ് മരിച്ചു, ജയദേവൻ ഒളിവിൽ പോയി. അവിടെയാ കഴിഞ്ഞ ലക്കം അവസാനിക്കുന്നത്. അടുത്ത ലക്കത്തിൽ പെട്ടെന്ന് എങ്ങനെ നായകനും നായികയും കോടതിയിലെത്തും? നായകനെ പോലീസ് പിടിക്കട്ടെ. എന്നിട്ട് നായകൻ പോലീസിനോട് പറയുന്നു നായികയുടെ പ്രേരണ മൂലമാണ് താൻ ദിലീപിനെ കൊന്നതെന്ന്. അപ്പൊ നായികയും പോലീസ് പിടിക്കും. അങ്ങനെ നായകനും നായികയും കോടതിയിൽ മുഖാമുഖം നിൽക്കും. വക്കീൽ ചോദ്യങ്ങൾ ചോദിക്കും. പെട്ടെന്നാണ് കഥയിൽ ട്വിസ്റ്റ് വരുന്നത്. അവർ പണ്ടെന്നോ കല്യാണക്കത്തടിച്ചിട്ടും കല്യാണം കഴിക്കാത്തവർ. അമ്ലേഷ്യം. എന്താ കുഴപ്പം? സാറിന്റെ അത്രയും മണ്ടന്മാരല്ല ഇവിടുത്തെ വായനക്കാർ. വായനക്കാർക്ക് അമ്ലേഷം പിടിപെട്ടാലും മതിയല്ലോ. എല്ലാം കോട്ടപ്പുറം തീരുമാനിച്ചോളൂ. പക്ഷെ എന്ത് എഴുതിയാലും വായനക്കാരന്റെ കണ്ണ് തള്ളണം, ഞരമ്പ് വലിഞ്ഞു മുറുകണം. ഒന്ന് എഴുതി തരൂന്നേ. ഒന്നിങ്ങോട്ട് വന്നേ. എന്തിനാ? അല്ല, ഒന്നിങ്ങോട്ട് വരൂ. കസേര അവിടെ ഇരുന്നോട്ടെ. ആയിരുന്നോട്ടെ. ദേ വരുന്നുട്ടോ കോട്ടപ്പുറം. അമ്ലേഷ്യം. ഇയാൾ എവിടുത്തുകാരനാടോ? ചങ്ക് പൊട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? കോടതി രംഗം കഥയാക്കണത്രേ. കോടതിയിൽ കണ്ടത് അയാളുടെ ജീവിതമാണ്. അത് തന്റെ അളിഞ്ഞ വാരികയിൽ എഴുതാനുള്ളതല്ല. അളിഞ്ഞ വാരികയോ മഞ്ചാടിയോ? എന്നെ പറഞ്ഞാൽ ഞാൻ സഹിക്കും. വാരികയെ പറ്റി പറഞ്ഞാൽ ഇറങ്ങി പോടോ, ഒച്ച വെക്കാതെ. എന്നോട് ഇറങ്ങി പോവാനോ? താൻ ഇറങ്ങണോ ആദ്യം? ഞാനാ ഈ മുറിക്ക് വാട ഓർക്കണേ, അല്ല തന്റെ അപ്പാപ്പനെ. നമ്മൾ തമ്മിലുള്ള മുൻപരിചയമൊക്കെ ഞാൻ മറന്നുപോയി. കാരണം എനിക്ക് അമ്നേസിയാണ്. വായനക്കാരുടെ കത്തുകൾ പോസ്റ്റ്മാൻ തലച്ചുമടായിട്ട് ആഫീസിലേക്ക് കൊണ്ടുവരുന്നത്. അതിൽ നിന്ന് കുറച്ച് ഞാനിങ്ങോട്ട് എടുത്തു. എല്ലാവരും ഞെട്ടിയിരിക്കുക. സാഹിത്യകാരന്റെ ദുബായ് ഫ്ലാഷ് ബാക്ക് കലക്കിയിട്ടുണ്ടെന്നാ എഴുതിയിരിക്കുന്നത്. ഇനി ഈ കഥ എങ്ങോട്ട് പോകുമെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. വായിച്ചു നോക്ക്. ഏത് തെണ്ടിയുടെ കൂടെയാണ് യക്ഷി ഒളിച്ചോടിയത്? ഒളിച്ചോടിയിട്ട് അവർ കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചെങ്കിൽ അവനിപ്പോ എവിടെ? അവൻ ചത്തോ അതോ പ്രസവിച്ചോ? നോക്ക്. പറഞ്ഞതുപോലെ അവനിപ്പോ എവിടെ? സാഗറിന് അയാളെ അറിയില്ലേ? എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ എന്തിനാ അയാളെ കാണണം? കാണണല്ലോ. സാഹിത്യകാരനും അയാളും കണ്ടുമുട്ടുന്നതല്ലേ അടുത്ത ലക്കം. ഓഹോ, അങ്ങനെയാണോ അടുത്ത ലക്കം? എന്നാലല്ലേ ഒരു സംഘടനത്തിനും 5-6 കിണ്ണം ഡയലോഗിന് ചാൻസ് ഉള്ളൂ. സാഹിത്യകാരനെ ചതിച്ച അവന്റെ മോന്തക്കിട്ട് പടപടാന്ന് 2 എണ്ണം കൊടുക്കുന്നത് വായനക്കാരനെ എന്തൊരു കോരിത്തെരിപ്പായിരിക്കും. സാഗർ ബുദ്ധിമുട്ടണ്ട. ആദ്യം പല്ലും നഖവും ഉപയോഗിച്ച് അവനെ കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അല്ല, ഞങ്ങൾ ഏറ്റു. ഹലോ, മഞ്ചാടിയല്ലേ? എഴുതി റോയി കൊടുക്ക്. ഹലോ, റോയ് അല്ലേ? മാമച്ച മുതലാളിയാ. അതെ, താൻ ധൈര്യമായിട്ടിരിക്കും. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് സാധനമായിട്ട് ഞാൻ അവിടെ എത്തും. അവളുടെ കാമുകനുണ്ടല്ലോ, ആ കശ്മലൻ, അവൻ കോട്ടപ്പുറത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ വിളിക്കാം. ഒരു വാരിക മുതലാളിയുടെ ടെൻഷൻ ഈ വായനക്കാരെന്ന എംബോക്കികൾ അറിയുന്നുണ്ട? എന്റെ ദൈവമേ. അതേ കിടപ്പ് തന്നെ. എഴുതാനുള്ള ഒരു നീക്കവും കാണുന്നില്ല. എന്നെ വേണമെങ്കിൽ ഒന്നുകൂടി തല്ലിക്കോ. എന്റെ സങ്കടം ഞാൻ പിന്നെ ആരോടാ പറയാ? എഴുന്നേൽക്ക കുടിക്കുക കെടുക്കുക, എഴുന്നേൽക്ക കുടിക്കുക കെടുക്കുക. സ്കോച്ച് വേണമെന്ന് പറഞ്ഞപ്പോ അതും വാങ്ങിച്ചു കൊടുത്തു. രൂപ എത്രയെ പൊടിച്ചത്? തഹസിൽദാർ സാറിന് അറിയോ? ഈ നാട്ടിൽ വേറെ എഴുത്തുകാരില്ലഞ്ഞിട്ടല്ല. MT വാസുദേവൻ നായരും മഞ്ചാടിക്ക് നോവൽ എഴുതി തരാന്ന് പറഞ്ഞിട്ട് ഇന്ന് പാർവതിയുടെ പിറന്നാളായിരുന്നു. ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് വരിക. ഓ, അപ്പൊ അയൽവക്കക്കാരുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോയതാണല്ലേ? ആട്ടെ, പിഴച്ചിട്ട് വന്നിട്ടൊന്നും കഴിച്ചില്ലേ? ആര് തന്നിട്ടാ? അസൂയാണെന്ന് വിചാരിക്കരുത്. ഇവിടെ ഒരുത്തി ജോലിക്ക് നിർത്തിയിട്ടില്ലേ?
ഈ ജാതി സാധനങ്ങൾ വീട്ടിൽ നിന്നാ പച്ച വെള്ളം കിട്ടില്ല. പിള്ളച്ചേട്ടൻ വിഷമിക്കണ്ട, അത് തന്നെ ഞാൻ കാപ്പി തരാം. ഓ, നീ അയാളെ പ്രത്യേകം ക്ഷണിച്ചിട്ട് വേണ്ടേ അയാൾ വരാൻ? വാ, വല്ലതും നക്കിട്ട് പോ. ഇതാ പറഞ്ഞത്, വർമ്മ സാറുണ്ടെങ്കിൽ സമയം പോണതറിയില്ല. നാവെടുത്ത തമാശ. ദേവകി, എന്താ? അവൻ പോയോ? ഇപ്പൊ പോയതേ ഉള്ളൂ. എങ്ങോട്ട് പോയി? ബെഡ് കോഫി കുടിക്കാൻ കവലയിൽ പോയി കാണും. അപ്പൊ തിരിച്ചു വരുമല്ലേ? പിന്നെ എന്നാ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാം. കാശ് ചോദിക്കുമ്പോ 2 എണ്ണം പൊട്ടിച്ചാൽ എന്താ? ആ, തിരിച്ചു കിട്ടി നീ സമാധാനം പറയൂ. എടി, പിശാചുക്കള മനുഷ്യന് പേടിയാ. ഇത് എന്റെ കുറ്റമല്ല. ആ, ഇന്നത്തേക്കുള്ള കാശിങ്ങിതാ. ഞാനൊരു ചെറുപ്പക്കാരനാണ്. നിങ്ങളുടെ മകനായി പോയെങ്കിലും എനിക്കൊരു അന്തസ്സുണ്ട്. എടാ മോനെ, ഇതുകൊണ്ടൊന്നും വാങ്ങി തിന്നരുത്, ദഹിക്കില്ല. ദഹിച്ചില്ലെങ്കിൽ ഞാനങ്ങ് സഹിച്ചു. ചുമ്മാ തന്തയായിട്ട് നടന്നിട്ട് എന്താ കാര്യം? മക്കളെ നേരെ ചെയ്ത് വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇന്നത്തേക്ക് സുഖമായി. നിങ്ങളുടെ മോനെ കണ്ടാ മതി, ഉടനെ വർമ്മ സാറ് കാവേരി പിടിച്ച് കെട്ടിക്കും. നീ നോക്കിക്കോ, ശശിയുടെ അനിയനെ കൊണ്ട് കാവേരിയെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കേണ്ടത് പെണ്ണിന്റെയും ചെറുക്കന്റെയും വീട്ടുകാരല്ലേ? അഥവാ ആ കല്യാണം നടന്നില്ലെങ്കിൽ തന്നെ ഇവിടുത്തെ പിശാചിനെ കൊണ്ട് കാവേരിയെ കെട്ടിക്കുമോ? ആ, അതിനുള്ള വഴി ഞാൻ അവന് പറഞ്ഞു കൊടുക്കും. പെണ്ണും ചെറുക്കനും പ്രേമിക്കുകയും ഒളിച്ചോടുകയും ചെയ്താൽ വർമ്മ സമ്മതിച്ചേ മതിയാവൂ. മനസ്സിലായോ? ഇങ്ങനെ നടക്കാത്ത സ്വപ്നം കണ്ടോണ്ട് ഇവിടെ ഇരുന്നോ. നടക്കുമെടി, ഞാൻ നടത്തി കാണിച്ചു തരാം. കുട്ടമ്പിള്ള ചേട്ടനോ? എന്ത് പറ്റി? വഴി തെറ്റിയോ? ഏയ്, ഞായറാഴ്ച ആയതുകൊണ്ട് നീ ഉണ്ടാവും എനിക്കറിയാം. ആ, ഞാൻ കണ്ടുവരുന്നത്. എന്താ പാർവതിക്കുട്ടിക്കൊരു ക്ഷീണം മാതിരി? ഒന്നുമില്ല. ആ, കേട്ടോ ശശി, ഈ കുടുംബത്തോട് മറ്റെങ്ങുമില്ലാത്തൊരു പ്രത്യേക താല്പര്യം എനിക്കുണ്ട്. അത് പിന്നെ ചേട്ടൻ പ്രത്യേകിച്ച് പറയണോ? എന്താ അതിന്റെ കാര്യം? ചേർച്ച, യോജിപ്പ്, ഇത് രണ്ടും ചേർന്നുണ്ടാകുന്നതാ ഐശ്വര്യം. അപ്പോ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു അവസരം എവിടെയെങ്കിലും കേട്ടാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എവിടെ എന്ത് അവസരം കേട്ടെന്നാ ചേട്ടൻ പറയുന്നേ? നിങ്ങളും വർമ്മസാറിന്റെ കുടുംബവും തമ്മിലുള്ള ഐക്യം കാണുമ്പോ എനിക്ക് തന്നെ അസൂയ തോന്നുന്നുണ്ട്. അപ്പൊ പിന്നെ നാട്ടുകാരുടെ കാര്യം പറയണോ? നാട്ടുകാർക്ക് എന്താ പ്രശ്നം? പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ ഉണ്ടോന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. നിങ്ങൾക്കൊക്കെ ലോകപരിചയം കുറവാ. ഈ തുറന്ന മനസ്സ് എല്ലാ കാര്യത്തിലും വെച്ചു പുലർത്താൻ പാടില്ല. കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവൂ. നിങ്ങൾ ഈ ഭാര്യയും ഭർത്താവും വർമ്മയുടെ കാറിലുള്ള പോക്ക് ഒരു ആദ്യം നിർത്താ. അതെന്തിനാ? കാര്യം, വർമ്മ ആള് വയസ്സനാണെങ്കിലും ഇന്നും വേഷം കെട്ടി ഇറങ്ങിയ ഓസിന് പറയാമെന്ന് വിചാരിക്കരുത്. ശശിയെക്കാളും ചെറുപ്പ. അങ്ങനെ ഒരാളുടെ കൂടെ ശശിയും ഭാര്യയും ദിവസവും അയാളുടെ കാറിൽ പോവുക, നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ ഇറങ്ങുക, അവിടെ നിന്ന് പാർവതി വർമ്മയുടെ കൂടെ കാറിൽ ഒറ്റയ്ക്ക് പോവുക, ഇത് അവിടെയാണ് കല്ലുകടി. ഏയ്, അതിലെന്തെങ്കിലും തെറ്റായിട്ട് ധരിക്കുമോ ആളുകള്? നമ്മുടെ വീടിനെ കുറിച്ച് ആളുകൾ എന്തു പറയുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. എനിക്കതിനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാ ഞാൻ പറയണേ. നമ്മിൽ ഉയർന്ന ആളുകളുമായി ദാ ഒരു കൈ അകലത്തിൽ നിൽക്കണം. അതാണ് എപ്പോഴും നല്ലത്. പിണങ്ങാനും വഴക്കുണ്ടാക്കാനും വേണ്ടി പറയല്ല. ആളുകൾ കുശികുശിക്കുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു നല്ലതാ. കാലം വല്ലാത്തതാണേ, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ പോണു, പാർവതിയോട് പറഞ്ഞാ മതി. ഇതെന്താ ഇന്ന് ഒറ്റയ്ക്കൊരു പോക്ക്? ശശി ലീവായിരിക്കും. ഈ പോക്കത്ര ശരിയല്ലാന്ന് ഞാൻ പറഞ്ഞാൽ സുഭദ്ര കുഞ്ഞമ്മയ്ക്ക് പിടിക്കില്ല. എന്ന് വെച്ച് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? നാട്ടുകാരെന്തൊക്കെയാ കുശൂഷിക്കണേ. കുട്ടമ്പിള്ള ചേട്ടനോ? ഇരിക്കെ. അവരകത്തുണ്ട്. കുളിക്കുകയാണെന്ന് തോന്നുന്നു. എന്താ? ശശിക്കുട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കിടന്ന്
തിങ്ങന്നല്ലാണ്ട് ഞാൻ എന്താ ചെയ്യ? സുഭദ്ര കുഞ്ഞമ്മയും വല്ലാതായി. അവര് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നു. കാര്യങ്ങൾ കരക്കാരറിയുന്നതിന് മുമ്പ് എത്രയും വേഗം ഒതുക്കി തീർക്കണം. അവര് തന്നതാ. നിങ്ങളൊക്കെ സമാധാനമായി ജീവിക്കുന്നു കണ്ടിട്ട് എനിക്ക് മരിച്ചാ മതി. ഞാൻ കാപ്പി ഒന്നും കുടിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ പോട്ടെ. വർമ്മ സാർ റെസ്റ്റോറന്റിലേക്ക് പോയിക്കോളൂ. ഞാനൊരു ഫോൺ ചെയ്തിട്ട് വരാം. തനിക്കല്ലേലും ഒരു വഴിക്കിറങ്ങുമ്പോ 1000 പണിയാണല്ലോ. താന്റെയൊക്കെ കൂടെ വരുന്ന എന്നെ തല്ലണം. അച്ഛാ, ഞാനൊരു സത്യം പറയാൻ പോവുകയാണ്. അച്ഛൻ ഞെട്ടരുത്. ഈ പൂ എവിടെ നിന്ന് കിട്ടിയാണെന്നറിയാമോ? നീ എവിടെന്നെങ്കിലും മോഷ്ടിച്ചതായിരിക്കും. അല്ല, എന്റെ ഹൃദയം മോഷ്ടിച്ച ഒരു പെൺകുട്ടി എനിക്ക് സമ്മാനിച്ചതാണ്. അതാരാണെന്നറിയാമോ? വർമ്മ സാറിന്റെ മകൾ കാവേരി. വിദ്യാധര. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഞെട്ടുവന്ന്. ഞങ്ങളുടെ പ്രേമവല്ലരിയിൽ പൂത്തതാണ് ഈ പുഷ്പം. ഇതിനു പകരം ഞാൻ അവൾക്ക് എന്ത് സമ്മാനം നൽകണമെന്ന് അച്ഛൻ തന്നെ തീരുമാനിച്ചാലും. എന്ത് വേണോ നീ തന്നെ പറ. എന്നെ കുറിച്ചുള്ള അവളുടെ ഇംപ്രഷൻ വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞത് ഒരു 250 രൂപ വരെയുള്ള സമ്മാനമെങ്കിലും വേണം. ഒരു 250 രൂപ കൂടെ. 250 രൂപ തന്നെ വേണോ? ചുളുവിന് വർമ്മയുടെ മകളുടെ അമ്മാവി വെപ്പാണെന്ന് വിചാരിക്കൊന്നും വേണ്ട. ഏതായാലും നല്ലൊരു കാര്യത്തിനല്ലേ. എല്ലാം മടി വെച്ച് കെട്ടിക്കൊണ്ടാ അവസാനം ചുമക്ക ആള് കാണൂല. എന്തൊക്കെ പറഞ്ഞാലും തന്തയുടെ മോൻ തന്നെ. നാളെ കാവേരിയോട് ഇതൊന്ന് നേരിട്ടൊന്ന് ചോദിക്കണം. കേൾക്കുന്നുണ്ട്. ഞാനും പൂക്കളുടെ ഒരു ആരാധികയാണ്. പക്ഷെ കാണുന്ന പൂക്കൾ എല്ലാം പറിച്ചെടുക്കണമെന്ന് എനിക്ക് തോന്നാറില്ല. അത് ചെടിയിൽ തന്നെ നിൽക്കുന്ന എന്തോന്നാ ഇത്? സോറി, ഞാൻ ഇവിടെ പറഞ്ഞതാ. സത്യമായിട്ടും ഗോമതിയോട് പറഞ്ഞതാ. എന്ത് ചെയ്തെന്നോ? ഞാൻ പിന്നെ വിളിക്കാം. ഒരു കൂട്ടുകാരിയാ. ഒക്കെ എനിക്കറിയാം. മുടി നരച്ചൂന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പഴയ തന്തയാണെന്നൊന്നും വിചാരിക്കണ്ട. ഈ വക കാര്യങ്ങളിൽ അവരവർ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്, വീട്ടുകാരല്ല. പിന്നെ കുട്ടി പറഞ്ഞതുപോലെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ പൂക്കൾ നിർവഹിക്കുന്ന പങ്ക് ചെറുതല്ല. അതുകൊണ്ട് പൂക്കൾ കൊടുക്കുക, പൂക്കൾ വാങ്ങുക ഒക്കെ നല്ലതിനാണെന്ന് കൂട്ടി. എന്താ കുട്ടമ്പിള്ളെ ഒറ്റയ്ക്ക് ഒന്ന് ചിരിച്ചുകൊണ്ടുവരുന്നത്? കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നീങ്ങുന്നുണ്ടല്ലോ എന്ന സന്തോഷം കൊണ്ട് ചിരിച്ചത്. എന്ത് കാര്യങ്ങൾ? പൊതുവെ എല്ലാ കാര്യങ്ങളും. ഇരിക്കൂ. പിള്ളച്ചേട്ടൻ വന്ന് ഞാൻ കണ്ടില്ല. ഒരു ചായ എടുത്തോളൂ. അതിനെന്താ, ഒരു ചായം കൂടി എടുത്തോളൂ. എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. എന്റെ സ്റ്റുഡന്റ് മേളിൽ കാണുമല്ലോ. നൃത്തം നല്ലതാണ്, പക്ഷെ അതൊരു താണ്ഡവ നൃത്തമാവരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. മനസ്സിലായെങ്കിൽ പിന്നെ വേണ്ടെന്ന് വെച്ചൂടെ? അല്ല, അതിരിക്കട്ടെ. ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായി. മോളുടെ കാര്യം എന്താ തീരുമാനിച്ചത്? ഞാനത് കുട്ടമ്പുഴയോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുക. ആദ്യം തീരുമാനിച്ചതുപോലെ അത് നടക്കുന്നതല്ലേ ഭംഗി. ബാലുവും കാവേരിയും തമ്മിലാണെങ്കിൽ ജാതകം കൊണ്ടും കാഴ്ചയ്ക്കും നല്ല ചേർച്ചയാ.
ശശിയും ഞങ്ങളും തമ്മിലുള്ള അകൽച്ച മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടൻപിള്ളയ്ക്ക് എന്ത് തോന്നുന്നു? വളരെ നല്ല കാര്യം. ഞാനിത് അങ്ങോട്ട് പറയണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഒന്ന് ആലോചിച്ചിട്ട് അവസാനം ഒരു തീരുമാനമെടുത്താ പോരെ? അത്രയേ ഉള്ളൂ. പക്ഷെ കുട്ടൻപിള്ളയ്ക്ക് ഇപ്പൊ ഇത് തോന്നാൻ കാര്യം? ആ വീടിന്റെ ടെറസിൽ നിന്ന് ഈ വീടിന്റെ ടെറസിലേക്ക് ഒരാൾക്ക് ചാടാൻ പറ്റുമോ? എന്തിനാ ചാടണേ? ചാടാൻ പറ്റുമെന്ന് പറ. അത് പോട്ടെ, വർമ്മ സാറിന് ചാടാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. എന്നാ ശശിക്ക് പറ്റും. ഞാൻ കണ്ടിട്ടില്ല. സെക്കൻഡ് ഷോ കഴിഞ്ഞ് മടങ്ങി വരുന്ന പിള്ളേരാരോ എന്റെ മകനോട് പറഞ്ഞതാണ്. എന്തിനാ ഏതിനാ ചാടണേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കുട്ടൻപിള്ള എന്തൊക്കെയായി പറയണേ? സമാധാനായിട്ടിരിക്കും. ഇങ്ങനെ ചാടുന്നുണ്ടോന്ന് ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് വർമ്മ സാർ ഒന്ന് ശ്രദ്ധിക്കാം. ചിലപ്പോ കള്ളന്മാരാണെങ്കിലോ? ആരായാലും ശരി, ചോദിക്കുകയും പറയുകയും ഒന്നും വേണ്ട. പിടിക്ക 4 പൊട്ടിക്ക. നമുക്കിത്തിരി വയസ്സായി എന്ന് വിചാരിച്ച് കണ്ണി കണ്ടോമാര് ടെറസിന്റെ മുകളിൽ കയറി കയറുന്നു ചാടി കളിക്കേ. ഞാൻ എന്റെ കയ്യിലൊക്കെ അവനെ കിട്ടിയാണ്ടല്ലോ. ആഹാ, എന്താ വിളിച്ചേട്ടായി കാണിക്കണേ? 53 വയസ്സുള്ള ഒരു മനുഷ്യന് ഒരു ടെറസിന്റെ മേലേന്ന് മറ്റൊരു ടെറസിന്റെ മേലേക്ക് ചാടാൻ പറ്റുമോ? അല്ലെങ്കിൽ അയാളെ വിട്, ശശിക്ക് ചാടാൻ പറ്റുമോ? എന്തിനാ ഇപ്പൊ ചാടണേ? പറ്റുമെന്ന് പറ. എനിക്ക് പറ്റില്ല. എന്നാ അയാൾക്ക് പറ്റും. ആർക്ക്? 53 വയസ്സുള്ള വർമ്മയ്ക്ക് പറ്റുന്ന. അയാളെന്തിനാ ടെറസുമ്മ കിടന്ന് ചാടണേ? അസുഖം വല്ലതും ഉണ്ടോ? അസുഖമുണ്ട്. അതല്ലേ ഈ ചാട്ടം. ഒന്ന് തെളിച്ചു പറ വിളിച്ചേട്ടാ, അല്ലാണ്ട് എനിക്ക് മനസ്സിലാവില്ല. ഓ, എടോ മനുഷ്യ, കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരി താമസിക്കുന്ന ഈ വീടിന്റെ ടെറസിലേക്ക് രാത്രി 12 മണിക്ക് ഒരാൾ ചാടുന്നു എന്ന് പറഞ്ഞാൽ അത് എന്തിനാണെന്ന് ഇനിയും ഞാൻ തെളിച്ചു പറയണോ? ചോദിക്കാനും പറയാനും നിൽക്കണ്ട. പിടിക്കാൻ 4 പൊട്ടിക്ക. അത്രേ ഉള്ളൂ നിന്ന് മരുന്ന്. കയ്യിൽ 4 പുത്തനുണ്ടെന്ന് വിചാരിച്ച് എന്ത് പോകരുതെന്ന് കാണിക്കാന്നോ? ഞാനോ മറ്റോ ആയിരുന്നെങ്കിൽ 500 പോരെ മോനെ? പോരാ. എത്ര പറഞ്ഞാലും ഈ അച്ഛന് മനസ്സിലാവില്ല. ഒളിച്ചോട്ടത്തിന്റെ തുടക്കം തന്നെ കാറിലാണ്. പിന്നെ എത്ര ദൂരം പോകുന്നൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ ദൂരേക്ക് ഓടിപ്പോയാ കല്യാണം വൈകില്ലേ? ആ, ചിലപ്പോൾ വൈകും. ഇനി അയാൾ പോലീസിലോ മറ്റോ അറിയിച്ചാൽ ഒരു ചേസ് തന്നെ വേണ്ടി വന്നേക്കും. എന്തായാലും പിറ്റേ ദിവസം ഞങ്ങള് മസ്കറ്റിൽ കാണും. കാവേരിയുടെ കയ്യില് കാശൊന്നും ഉണ്ടാവില്ല അല്ലേ? അച്ഛൻ ഒരുമാതിരി എച്ചിത്തരം പറയരുത്. അവൾ എന്റെ കൂടി ഒളിച്ചോടാന്ന് പറഞ്ഞത് തന്നെ ഈ കുടുംബത്തിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. കല്യാണം കഴിഞ്ഞാൽ പിന്നെ വർമ്മ സാറിന്റെ സകല സ്വത്തും നമുക്ക് അവകാശപ്പെട്ടതല്ലേ? പിന്നെ അച്ഛന് ഭാര്യക്കാരി അനുഭവിക്കാൻ 750 രൂപ പോരെ? 1000 രൂപയും വേണം. എന്റെ ദൈവമേ, ലോകത്തൊരു മകനും ഇങ്ങനെ ഒരു കഞ്ഞി അച്ഛനെ കൊടുക്കരുത്. അതിന്റെ ഇടയിലാണ് എണ്ണുന്നത്. ഇനിയിപ്പോ റൂം ബുക്ക് ചെയ്യണം, കാർ ഏർപ്പാട് ചെയ്യണം. മസ്കറ്റ് ഹോട്ടൽ വെച്ച് കാണാം. അവിടെ നിന്നേ. ഒരു പാവം പിടിച്ച പെണ്ണിനെ പ്രേമിച്ച് കെട്ടിയിട്ട് അവളെ ഒന്നിനു കൊള്ളാതായപ്പോ മുങ്ങി രക്ഷപ്പെടാൻ നോക്ക. അങ്ങനെയൊന്നുമല്ല. പിന്നെ താനല്ലടോ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞു ഓപ്പറേഷൻ മുമ്പ് ഒപ്പിട്ടത്. അതൊരു പെണ്ണുമ്പോൾ അവിടെ ഒപ്പിട ഇവിടെ ഒപ്പിട അവിടെ ഒപ്പിടാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒപ്പിട്ട് പോയതാ. അതിപ്പോ നീ ഉണ്ടാക്കിയ സൂത്രല്ലേ? സൂത്രോ? ദേവരാജ് മറ്റേ വർത്താനം പറയരുത്. എന്റെ പേര് KC അപ്പുക്കുട്ടുന്ന. കുറ്റിപ്പുറത്ത് ചേരിൽ അപ്പുക്കുട്ടുന്നവര്. തനിക്ക് വിശ്വാസമല്ലേ? ബർത്ത് സർട്ടിഫിക്കറ്റ്, SSLC ബുക്ക് നാളെ കൊണ്ട് കാണിച്ചു തരാം. അതിപ്പോ ഏത് ചേരിയിലും ഏത് പേരിലും ആർക്കും കിട്ടും. എന്നാ ഒരു കാര്യം ചെയ്യും. അവന്റെ പേരെന്താ? ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നൊരു കല്ലാസ് ഉണ്ടാക്കിയിട്ട് താനാ അവളെ കെട്ടിയെന്ന് പറ. പോയി പണി നോക്കണോ? നിൽക്കണേ അവിടെ. പോണോ? അപ്പൊ സത്യം പറയാൻ പോവാ? സത്യം പറയാൻ പോവാ? അതെ, രാവിലെ ഞാൻ വരും. ഉള്ളതൊക്കെ എല്ലാവരോടും അങ്ങ് തുറന്നു പറയും. അതോടെ ഏർപ്പാട് ക്ലോസ് ചെയ്യും. തനിക്ക് എന്താണോ വേണ്ടത്? ഞാൻ സമ്മതിക്കില്ല. എന്ത് വന്നാലും നീ സത്യം പറയാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് സത്യം പറഞ്ഞേ പറ്റൂ. എന്താണ് നിന്റെ അപ്പന്റെ പേര് ഹരിചന്ദ്രൻ? അല്ല, ഗോവിന്ദൻ നായർ. പിന്നെ എന്താണ് നിനക്ക് ഇത്തിരി കള്ളം പറഞ്ഞാല്? എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ പൊന്നാൽഫി മോനെ. അപ്പുക്കുട്ടൻ. ഓ, അപ്പുക്കുട്ടൻ നായരുടെ മോനെ, ഞാൻ പറയുന്നത് കേക്ക്. നീ പറഞ്ഞത് ശരിയാ. കള്ളം പറയേണ്ട കാര്യം നിനക്കില്ല. പക്ഷെ ഇവിടത്തെ സ്ഥിതി കൂടി ഒന്ന് ആലോചിക്കണ്ടേ? മോളുടെ ഗതി കണ്ട് നിന്റെ മുമ്പിലല്ലേ ആ വർമ്മ സാറ് ബോധം കെട്ട് വീണത്. ആ ഷോക്കീന്ന് ഇതുവരെ അങ്ങേര് കര കയറിയിട്ടില്ല. ഈ നിലയിൽ ഇതും കൂടി കേട്ട ആ പാവം ചത്തു. ഞാനല്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? നിനക്ക് സത്യം പറയണല്ലേ? ആ, നീ സത്യം പറഞ്ഞോ. ഒരു 3-4 ദിവസം കൂടി കഴിഞ്ഞോട്ടെ. അങ്ങോട്ടൊന്ന് എഴുന്നേറ്റ് നിന്നോട്ടെ. എന്തും കേൾക്കാനുള്ള മനക്കെട്ടി അദ്ദേഹത്തിന് വന്നോട്ടെ. നിന്നെ ഞാൻ ഈ ഇരവിക്കുട്ടിപ്പിള്ള അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി സത്യം പറയിപ്പിക്കുക. അതുപോലെ അതിനിടെ ശരിക്കുള്ള വന്ന ഞാൻ കള്ളനാവില്ലേ? വരുന്നെങ്കിൽ എന്നേ വരണമായിരുന്നു.
നമുക്കറിയാത്ത എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ട്. ചന്ദ്രക്കുഞ്ഞ് വാ തുറക്കാതെ നടന്നോ ഒന്നും അറിയാനും പറ്റില്ല. ഇനി അഥവാ വന്നാൽ ഞാൻ പറയും, ഞാൻ പറഞ്ഞിട്ടാണ് നീ ഈ നല്ല കാര്യത്തിന് കൂട്ടുനിന്നതെന്ന് പോരെ. ഒരു 3 ദിവസം നീ ഇവിടെ വരിക പോവാ, ഏതല്ലാത്ത ഉപകാരല്ലേ, നീ വരുമോ? 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ സത്യം പറയും. നീ നല്ല പയ്യനാണ്, നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. ആ എന്നാ ശരി, ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞോ? ഇല്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അച്ഛൻ അമ്മ സഹോദരങ്ങൾ? അച്ഛനമ്മ സഹോദരങ്ങളുണ്ട്. അവരൊക്കെ അങ്ങ് ഡെറാഡൂണില്ല. അത് തനിക്കെങ്ങനെ അറിയാം? ആ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട്ടിൽ നിന്ന് ചന്ദ്രയുടെ കോണ്ടസ കാറ് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തില്ലേ, അപ്പൊ പരിചയപ്പെട്ടതാ. കോണ്ടസ അന്ന് പരിചയപ്പെട്ടതാ. എന്നിട്ട് അന്ന് താനത് പറഞ്ഞില്ലല്ലോ. അന്ന് നിങ്ങൾ കണ്ട കീരിയും പാമ്പും പോലെയല്ലേ, ഞാൻ മിണ്ടി കണ്ടു എന്നങ്ങാൻ പറഞ്ഞ എന്റെ മേൽ ചാടി കയറാനോ? അപ്പൊ ഇരവി മാമൻ മാത്രമേ നേരത്തെ ഇവിടെ ആൽഫിയെ കണ്ടിട്ടുള്ള ആളുള്ളൂ. എന്നാ ഞാൻ ഒരു സത്യം പറയാം. എന്നാ സത്യം ഞാൻ തുറന്നു പറയാം. ഞാൻ സത്യം തുറന്നു പറയാം. ഞാൻ സത്യം തുറന്നു പറയാം. ഈ രണ്ടുപേരും പറയാൻ പോകുന്ന ഒരു സത്യമില്ല. അപ്പൊ അത് ഞാൻ സത്യം പറഞ്ഞാൽ എന്താ കുഴപ്പമുണ്ടാകില്ല. അപ്പൊ അത് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ കള്ളനാവില്ല. ഞാൻ സത്യം പറയാം. ആ സത്യമല്ല ഈ സത്യം. എനിക്കങ്ങനെ കള്ളനാവില്ല. ഈ സത്യം ഞാൻ പറയാം. ഞാനൊരു ബിയർ അടിച്ചു. ബിയർ? ആ ബിയർ. എന്നോട് ക്ഷമിക്കണം, ഞങ്ങൾ പരിചയപ്പെട്ടപ്പോ ആൽഫി പറഞ്ഞു ഒരു ബിയർ അടിക്കാമെന്ന്. ഇപ്പോഴത്തെ ടെൻഷന് ഞാൻ അന്ന് ആദ്യമായിട്ട് ബിയർ അടിച്ചു പോയി. ആദ്യമായിട്ട് താനല്ലെങ്കിലും പാത്തും പതുങ്ങിയും ഇടയ്ക്കൊക്കെ ലേശം അടിക്കാറുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിന്റെ ഗുണം? ആ പോവാ. ആ പീസിൽ കുറച്ച് പണിയുണ്ട് നീയാണ് പറഞ്ഞു. ആൽഫി, എനിക്ക് ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്. എന്നാലും 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്നാണ് ഡോക്ടർമാര് പറഞ്ഞത്. അത് മതി, അത് മതി. പ്രഷറൊക്കെ നോർമലായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ വേണമെങ്കിലും പറയാം. ഇപ്പൊ വേണ്ട, മനസമാധാനമായിട്ട് ഭാവി തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളാണ്. വർമ്മ സാറ് കിടന്നോണം. ഞാൻ എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ എനിക്ക് ഹൃദയസ്തംഭനം ഉണ്ടാക്കി ഇറങ്ങിയിരിക്കുക. ഞാൻ വിചാരിച്ചു ഒറിജിനൽ സത്യം പറയാൻ പോവാണെന്ന്. നീ നിന്റെ ഇഷ്ടത്തിനൊന്നും വിചാരിക്കണ്ട. വിചാരിക്കേണ്ട സമയത്ത് ഞാൻ പറയാം. ഈ ക്യാഷ് ഉണ്ടോ? ഒരു 500 റുപ്പീസ് തരാൻ ഇങ്ങോട്ട് വന്നേ, ഒരു 500 രൂപ കൊടുത്ത്. ഓ അല്ല, ഇതിപ്പോ ആരെ കണക്കിലാ എഴുതേണ്ടത്? അത് നിന്റെ അമ്മായി അമ്മയുടെ പ്രസവത്തിന് പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോയ കണക്കിലങ്ങ് എഴുതിയാ മതി. നീ കിന്നാരം ഒന്നും പറയണ്ട, പറയണത് കേട്ടാ മതി. ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. വർമ്മ സാർ ഉഷാറായി. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ആളിപ്പോ ഇരുമ്പ് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അത് നന്നായി. മൂപ്പർക്ക് വിഷമാവുമെങ്കിലും ഇനിയിപ്പോ ഉള്ള സത്യം പറയാൻ മടിക്കണ്ട. നമുക്ക് ഇപ്പൊ തന്നെ പറയാം അല്ലേ? എന്ത്? താൻ ആൽഫിയല്ല, അപ്പുക്കുട്ടനാണ് ചന്ദ്രകുഞ്ഞിന്റെ ഭർത്താവല്ലാന്ന്. എനിക്ക് വയ്യ. അതെന്താ? എനിക്ക് വയ്യേ. അതെന്താന്നാ ഞാൻ എനിക്ക് വയ്യ. അത് തന്നെ. അപ്പൊ എന്താടാ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം പിന്നെ പറയാം. ഞാനാണ് ആൽഫി, ചന്ദ്രയുടെ ഭർത്താവ്. അത്രയും മനസ്സിലായോ? 14-ാം തീയതി ഞങ്ങൾ രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് കല്യാണം കഴിച്ചു. തൽക്കാലം ഇതൊന്നും മാറ്റി പറയാൻ സൗകര്യമില്ല. അത് തന്നെ. നീയല്ലേ പറഞ്ഞ സത്യം പറയാൻ പോവാന്ന്? താനല്ലേ പറഞ്ഞ സത്യം പറയണ്ടെന്ന്? അതപ്പോ. എന്നാ ഇതിപ്പോ. നിന്റെ ഓരോ കളികളെ ബാ നമുക്ക് പോയി പറയാം. താൻ എന്താ കിടക്കുന്നത്? അപ്പൊ നീ പറയില്ല അല്ലേ? ഇല്ല. വേണ്ടടാ, നീ പറയണ്ട. നീ ആൽഫിയല്ല, കൂൽഫിയല്ല, ഒരു തേങ്ങയല്ല, അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞൊരു ഫ്രോഡ് ആണെന്ന് ഞാനിപ്പോ പോയി പറയും. കോട്ടശ്ശേരി തറവാട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവനായി ഞാൻ. നിന്നെ പോലൊരു പെരട്ട നാറിയെ അവിടെ കയറി നിരങ്ങാൻ ഞാൻ സമ്മതിക്കില്ലടാ. നീ എന്താ കളിക്കുക? ഞാൻ കാണിച്ചു തരാം. ചവിട്ടി കൂട്ടി ഞാൻ പന്നി. താൻ പറയോ? പറയ മാത്രല്ല, ആൾമാറാട്ടത്തിന് നിന്നെ കൊണ്ട് കമ്പി ഇടിക്കണം. എങ്കിൽ നമുക്ക് ഒരുമിച്ച് എണ്ണാം. പോട ചെക്ക, നീ എന്താ എന്നെ പെരട്ടുക? ഏയ് അങ്ങനൊന്നുമില്ല. താനല്ലേ പറഞ്ഞത് കോണ്ടസ കാറും കൊണ്ടുവന്നപ്പോ എന്നെ കണ്ടു, ചന്ദ്ര പരിചയപ്പെടുത്തി, ബിയർ അടിച്ചു. താൻ എന്റെ ബന്ധുക്കളെ എവിടെ വെച്ചാ കണ്ടത്? ഡെറാഡൂണിൽ വെച്ചല്ലേ? ഇതൊന്നും ഞാനല്ലല്ലോ, താനല്ലേ അവരോട് പറഞ്ഞത്. എന്നെ ഈ വേഷം കെട്ടിച്ചതും ചന്ദ്രയുടെ ഭർത്താവായിട്ട് അഭിനയിക്കാനും പറഞ്ഞത് താന്. അതിന് താൻ ദിവസവും എനിക്ക് 500 രൂപ കൂലിയായിട്ട് തരുന്നുണ്ട്. കണക്കപ്പിള്ള കുറുപ്പ് സാക്ഷി. എന്നിട്ട് അങ്ങേരത് ഇത് ഏത് കണക്കിൽ എഴുതണമെന്ന് ചോദിച്ചപ്പോ അയാളുടെ അമ്മായി അമ്മയുടെ പ്രസവത്തിന് പലഹാരം വാങ്ങിച്ച കണക്കിൽ എഴുതാൻ താൻ പറഞ്ഞില്ലേ? നീ എന്തൊക്കെയാടാ ഈ പറയണേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, താൻ മുഴുവൻ കേക്ക്. താൻ എന്നോട് പറഞ്ഞു അവള് തട്ടിപ്പോവും, അത് കഴിഞ്ഞ് താൻ ആ കിളവന് വിഷം കൊടുത്ത് കൊല്ലും, അപ്പൊ ഭർത്താവ് നിലയ്ക്ക് എനിക്ക് ആ സ്വത്ത് കിട്ടും, അപ്പൊ ഞാൻ അതിന്റെ പകുതി തനിക്ക് തരണമെന്ന്. എടാ ദ്രോഹി, നിന്റെ നാക്ക് പുഴുത്തു പോവും. ഞാൻ എപ്പോഴാടാ ഇതൊക്കെ പറഞ്ഞത്? താൻ പറഞ്ഞില്ല, പക്ഷെ ഞാൻ പോയി പറയും താൻ പറഞ്ഞു എന്ന്.
എന്നിട്ടിപ്പോ ആ സ്വത്ത് പങ്കുവെക്കുന്ന കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ പിണങ്ങിയപ്പോ താൻ എന്നെ കള്ളനാക്കി കാണിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഇതിനൊക്കെ സാക്ഷികളുണ്ട്, തെളിവുണ്ട്. ഇനി താൻ പോയി പറയണോ ഞാൻ ആ പെണ്ണിന്റെ ഭർത്താവ് ആൽഫി അല്ല അപ്പുക്കുട്ടാണെന്ന്. ആ വർമ്മ തന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. ആ തടിയന്മാർ തന്നെ ഇടിച്ച് പഴിപ്പിക്കും. എന്നിട്ട് ആൾമാരാട്ട കേസിൽ നമുക്ക് രണ്ടുപേർ കൂടെ അകത്ത് കിടന്ന് ഗോതമ്പ് ഉണ്ടാകുന്ന ഇരുമ്പഴിയേണ്ടി കളിക്കാം. പോയി പറയടോ, പോയി പറയടോ. നമ്മുടെ കോൺഗ്രസ്സാക്കാരിൽ പോയിട്ട് ഡീറേഴ്സില്ലേ, പോയി പറയടോ. എനിക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയാണ്, എനിക്കൊന്നും നോക്കാനില്ല. പോയി പറയടോ, പോയി പറയടോ. ഞാൻ എന്റെ വൈഫിനെ ഒന്ന് കണ്ടിട്ട് വരാം. അതിനിടയ്ക്ക് തനിക്ക് വർമ്മസാറിനോട് വല്ലതും പറയാനുണ്ടെങ്കിൽ താൻ പറ, ബാക്കി ഞാൻ വന്നിട്ട് പറയാം. കോൺഗ്രസ് ഏതാ ഈ പുത്തൻകുരിശ്? പുത്തൻകുരിശ് എന്ന് പറഞ്ഞ എറണാകുളത്തിനടുത്തുള്ള സ്ഥല. ഏതാ ഈ അവതാരം? എനിക്കറിയില്ല, അറിയില്ല, അറിയില്ല. എന്ന് വെച്ചാ എടോ, കണ്ണി ചോരയില്ലാത്തോണ്ട് തനിക്കറിയോ? ഞാൻ 3 ദിവസമായി പല്ല് കഴിച്ചിട്ട്, കുളിച്ചിട്ട്, ഭക്ഷണം കഴിച്ചിട്ട്, ഒന്ന് ഉറങ്ങിയിട്ട്. അതിനെങ്ങനെയാ ഉറങ്ങാൻ കിടക്കുമ്പോ താൻ എന്റെ മുമ്പിൽ ഭൂതം പോലെ വന്ന് നിൽക്കല്ലേ? ഞാൻ ഇനിയുള്ള സത്യം തുറന്നു പറയാൻ പോവാ. എനിക്ക് വയ്യ, 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 വയ്യ. കോൺഗ്രസിൽ നമ്മൾ ബീർ അടിക്കാൻ ഡെറാഡൂണിൽ അച്ഛനെ കാണാൻ കോൺഗ്രസിൽ നമ്മൾ ഓടിച്ചിട്ട് കോൺഗ്രസിൽ നമ്മൾ വന്നില്ലേ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. നമുക്ക് എന്താ ചെയ്യണ്ടേ? അല്ല, എന്താ ഈ കോൺഗ്രസ്? എടോ, ഞാൻ ചാവുമ്പോ എന്റെ ഒരു ശവം കൊണ്ടുപോവാൻ ഒരു കോൺഗ്രസ കാറ് വേണമെന്ന് ഞാൻ ഇവരോട് പറയായിരുന്നു. താൻ ചാവുമ്പോ തന്റെ ശവം കൊണ്ടുപോവാൻ ഞാനൊരു കോൺഗ്രസ കാറ് തരട്ടെ? അത് ഞാൻ ചാവുമ്പോഴല്ലേ. ഇനി ഇവിടെ നിന്നാ നിന്നെ ഞാൻ കൊല്ലും. എടാ പോടാ, എടാ പോവാൻ. ഞാൻ മതളിയിട്ട് വരണേ, എല്ലാവരും ഒന്ന് മാറിയെന്നോ. ഏതാടോ ആ പെണ്ണ്? തനിക്ക് എന്താ ചെയ്യേക്കില്ലേ? ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും താൻ കേട്ടില്ലേ? അവക്ക് എന്നെ അറിയോ? എനിക്കേ തന്നെ അറിയില്ലല്ലോ. ഞങ്ങൾ പരിചയമുണ്ടെന്ന് പറഞ്ഞോ? എടാ പൊട്ടം കുണാപ്പ, നിങ്ങൾ തമ്മിലല്ല, ആൽഫിയും അവളും തമ്മില്. അയ്യോ, ദേ ഞാനൊരു കാര്യം പറയാം. ഞാനായിട്ട് വാ തുറന്നൊന്നും പറയണില്ല. പക്ഷെ വേറെ ഏതെങ്കിലും വിധത്തിൽ സത്യം പുറത്തു വന്നാ എന്നെ ചതിക്കരുത്. അയ്യോടോ, എന്നെ അവതാളത്തിലാക്കിയാല് ഞാൻ തന്നെ കൊണ്ടേ പോവും. അല്ലെ അവളോട് വിളിച്ചു പറയടോ ഇങ്ങോട്ട് എഴുന്നള്ളണ്ടാന്ന്. ഞാൻ പറഞ്ഞ അവള് കേക്കില്ല. നല്ല അനുസരണമുള്ള മോള്. അതല്ല, അച്ഛൻ എന്ന സ്ഥാനേ എനിക്കുള്ളൂ. ഈ കുടുംബത്തിൽ ചന്ദ്രകുഞ്ഞിനേക്കാണ് കാര്യ ഇവിടെ എല്ലാവർക്കും അവളോട്. അവളുടെ അമ്മ മരിച്ചപ്പോ മുതൽ അവളെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ ഇവരാ. മെഡിസിനൊക്കെ കഴിഞ്ഞു. എന്നാ പോയി വാങ്ങിച്ചു കൊടുക്കണോ? അതല്ല, അവളുടെ മെഡിസിൻ പഠിപ്പൊക്കെ കഴിഞ്ഞു. ഇനി അമേരിക്കയിലോ ആസ്ട്രേലിയയിലോ പോയി പഠിക്കാനുള്ള സ്കോളർഷിപ്പും കിട്ടിയിട്ടുണ്ട്. അതിന് എന്നോട് അനുവാദം ചോദിക്കാൻ വേണ്ടി അവള് വരുന്നതാ. താനൊരു കാര്യം ചെയ്യ്, ഫോണിൽ കൂടെ അനുവാദം കൊടുത്തിട്ട് അവിടെ നിന്ന് വിമാനത്തിൽ കയറി എങ്ങോട്ടെങ്കിലും പോവാൻ പറയണോ? ഞാൻ പറഞ്ഞാലും അവൾ ഇവിടെ വന്ന എല്ലാവരോടും യാത്ര ചോദിച്ചിട്ടേ പോകും. ഓരോന്ന് കേറി വന്നോളും. എടോ, ഈ പിശാച് കുൽഫിയെ കണ്ടിട്ടുണ്ടോ? അവളും ചന്ദ്രയും തമ്മിൽ അടയും ചക്കരയും പോലെയാ. അട ചക്കരയോട് പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളോ, അതോ അട നേരിട്ട് ആൽഫിയെ കണ്ടിട്ടുണ്ടോന്ന്? എനിക്കറിയില്ല. ഇവിടെ നമ്മളിപ്പോ എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ, ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഭാരത മാതാക്കി ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ. ഓ അത് ശരി. അപ്പൊ അവള് വരട്ടെ, അവൾ എന്നെ കാണട്ടെ. ഞാൻ ആൽഫി അല്ലെന്ന് അവള് പറയട്ടെ. അപ്പൊ നമുക്ക് രണ്ടുപേർ കൂടെ ജയിലിൽ കിടന്ന് ഭാരത മാതാക്കി ജയ്, ഭാരത മാതാക്കി ജയ് എന്ന് വെറുതെ എല്ലാ കയ്യങ്കാലും. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് വിഷം മേടിച്ചത് എന്റെ പോക്കറ്റിലുണ്ട്. തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ ഞാൻ അത് തന്നെ തിന്നും. താൻ തന്നെ തിന്നാൻ വരട്ടടോ. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്, വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. തന്റെ മോൾ ആളെങ്ങനാടോ? എന്താ സയൻസ്? എടോ, അവളുടെ സ്വഭാവ വിശേഷ സവിശേഷ ഗുണഗണങ്ങൾ എങ്ങനെയാണ്, എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാനാണ്. ആ, അത് വേണമെങ്കിൽ പറഞ്ഞു തരാം. This is nothing. She's excellent. ഞാനും ഒരു പൊടി ഡോക്ടറല്ലേ, എനിക്കറിയില്ലേ. ഞാൻ ഇവിടുന്ന് പോവും മുമ്പ് ചന്ദ്രൻ നടന്നിരിക്കും. പിന്നെ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം വേണം കേട്ടോ. എവിടെ എന്റെ ബ്രദറിൻലോ ആൽഫി ദ ഗ്രേറ്റ്? മോളെ, നീ അവനെ കണ്ടിട്ടുണ്ടാ? എനിക്കറിയില്ലേ എങ്ങനെയാളെന്ന്. അതെങ്ങനെ? ഞങ്ങള് തമ്മില് കൊറേ കിന്നാരം പറഞ്ഞിട്ടുള്ളതല്ലേ ഫോണില്. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മാത്രമേ അവനെ നേരിൽ കണ്ടിട്ടുള്ളൂ അല്ലേ? അച്ഛനെപ്പോ കണ്ടു? ചന്ദ്രയുടെ കോണ്ടസാക്കാരുമായി വന്നപ്പോ അവര് തമ്മിൽ പരിചയപ്പെട്ടു അത്രേ. എന്നിട്ട് ഈ കളൻ അക്കാര്യം പറഞ്ഞത് ഇപ്പഴാ. ആളെവിടെ? രാവിലെ വന്നതാ. ഡോക്ടറെ കാണണമെന്ന് പറയണത് കേട്ടു. ഞാൻ പോയി നോക്കട്ടെ. എന്റെ അമ്മേ, തൽക്കാലം രക്ഷപ്പെട്ടു. അവളെ ആളെ കണ്ടിട്ടില്ല. ബാക്കി ഞാൻ നോക്കിക്കോളാം, താനൊന്ന് നിന്ന് തന്നാ മതി. വാടോ, നിന്ന് തന്നാ മതി.
എന്റെ പേഴ്സ് എടുക്കാൻ മറന്നു. എനിക്കൊരു 1000 റുപ്പീസ് വേണമല്ലോ. അത് നീ നിന്റെ വീട്ടിൽ പോയി എടുത്താൽ മതി. കോണ്ടസയുടെ കീ എടുക്കാൻ ഞാൻ മറന്നു. കോണ്ടസയുടെ കീ എടുക്കാൻ ഞാൻ മറന്നുപോയി. എന്താടാ മരപ്പട്ടി നോക്കി നിക്കണേ? 1000 രൂപ എടുത്ത് ഇയാളുടെ അണ്ണാക്കിലേക്ക് തിരികെ. അല്ല ഇതിപ്പോ ഏത് കണക്കിൽ എഴുതുന്നത്? എന്റെ അമ്മൂമ്മയുടെ 16 അടിയന്തരം നടത്തി എന്നുള്ള കണക്കിലങ്ങനെ എഴുതിയാ മതി. എനിക്ക് വയ്യ, ഞാൻ മരിക്കാൻ പോവാ. അല്ല ഈ കോണ്ടസ എന്ന് പറഞ്ഞ കാറല്ല. കാറല്ലടാ. സൈലൻസ് പ്ലീസ്. അങ്ങനെ ഒരു കാറും ഉണ്ട്. ഒരു 500 റുപ്പീസ് തുടങ്ങിയത്. അപ്പൊ 1500. ആ കണക്കെല്ലാം കണക്ക് പോലെ ഇരിക്കണം. 3 പേരും വെളിയിൽ പോകും. സിസ്റ്റർ ഒറ്റയ്ക്ക് ഉടുപ്പ് മാറ്റിയാൽ മതി. അന്തസ്സുള്ള കുടുംബത്തിലെ പെണ്ണുങ്ങൾ തുണി മാറ്റുന്നിടത്ത് ആണുങ്ങൾ നിൽക്കാൻ പാടില്ല. ഭാര്യയുടെ തുണി മാറ്റുന്നിടത്ത് ഭർത്താവിന് നിൽക്കാലോ. അത് ഭർത്താവാണെങ്കിലല്ലേ? നിക്കാം, ഭർത്താവാണെങ്കിൽ നിക്കാം. പക്ഷെ നമ്മൾ നാണോ മാനോളവരല്ലേ? ഞാൻ പോയിക്കോളാം. ചെയ്യുന്നത് തെമ്മാടിത്തരാണെന്ന് ഓർക്കണം. ഞാൻ എന്ത് ഇവര് സമ്മതിക്കുന്നില്ല. പിന്നെ ആര്? ഇവര്. അതെ ഈ കോണ്ടസക്കാർ എന്തിനാ? നിന്റെ അമ്മൂമ്മയുടെ 2 അങ്ങോട്ടിന് പോവാൻ. എന്റെ കാലിന്റെ അടിയിൽ തീയ. അതിനത് ടൈൽസ് അല്ലേ? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ ഭർത്താവില്ലാത്ത പെണ്ണുങ്ങളുടെ തുണി ഇവരെങ്ങനെയാ മാറ്റുക? അല്ല അങ്ങനെ പാടില്ല എന്നാണ് പ്രമാണം. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ. ഇയാൾ ചാടി കളിക്കുന്ന കണ്ടാ തോന്നുന്നു ഇയാളുടെ ഭാര്യയുടെ തുണിയാണ് അയാൾ മാറ്റുന്നത്, അയാളുടെ ഭാര്യയുടെ തുണി അയാൾ മാറ്റുന്നത്. നിങ്ങൾക്ക് എന്താണ്? ഉടുപ്പിന്റെ അറ്റത്ത് പിടിച്ച് താഴേക്ക് വലിച്ചാൽ മതി, ഊരി പോന്നോളും. ബോഡി ഞാൻ ഉയർത്തി തരാം. എന്റെ പാവാട ഇങ്ങതാടോ, എന്റെ പാവാട ഇങ്ങതാടോ, എന്റെ പാവാട തരാൻ. ഇറങ്ങി പോടോ വെളിയില്. എന്താടാ നിന്ന് വിളിക്കണത്? ഇവിടെ ആരെങ്കിലും തുണി വെച്ചിട്ട് തുള്ളുണ്ടോ? ആ കൊച്ചിന്റെ അവിടെ എന്തോന്നൊരു പാട്. ഇവിടെ കൊച്ചിലെ സൈക്കിളിൽ നിന്നല്ല വീണ വൃത്തിയായിട്ട കറുത്ത പാടിലുണ്ട് അവിടെ. എല്ലാത്തിനും ഒരു അതിരുണ്ടാ. ഗതി കേട്ടാ നിന്നെയും കൊല്ലും, ഞാനും ചാവും. ഇങ്ങനെയും ഭർത്താക്കന്മാരുണ്ടോ? കണ്ണു അടച്ചോണ്ടാണോ ഭാര്യയുടെ ഉടുപ്പ് മാറ്റുന്നത്? ഇയാളെയൊക്കെ സഹായത്തിന് വിളിച്ച് എന്നെ വേണം പറയാൻ. വൃത്തികെട്ടോ മാരി. ഇപ്പൊ മനസ്സിലായോ പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന്? അതിന് നീ നായരല്ലേ? അതേടോ, നല്ല അന്തസ്സുള്ള ഇല്ലത്തെ നായര അല്ലേ കാണായിരുന്നു. അപ്പൊ അത്ര വിഷമുള്ള ജാതി അല്ല. തന്റെ മോളുണ്ടല്ലോ ആ ഏണി, അവൾ ആരാടോ? അവൾ ആരാ വരട്ടുന്ന? സഹിക്കുന്നതിന്റെ ഒരു അതിലുണ്ട്. അവളുടെ നാക്ക് വിജയം ദൂരക്കളെ കേട്ടോ. അവൾ ആരാടോ? സീരിയ അവളുടെ അമ്മയുടെ നായര്. കോണ്ടസ കേട്ടോ, കോണ്ടസ ഓർമ്മയുണ്ടല്ലോ. കോണ്ടസ താൻ നോക്കിക്കോ. അല്ല ഇയാളെന്തിനാ ഇടയ്ക്കിടയ്ക്ക് കോണ്ടസ കോണ്ടസ എന്ന് പറയുന്നു? നമ്മൾ ഈ നാരായണ നാരായണ എന്ന് പറഞ്ഞ നാമം ചെല്ലാറില്ലേ? അതിന് പകരം ഇവൻ കോണ്ടസ കോണ്ടസ എന്ന് പറയുന്നു. അപ്പൊ കോണ്ടസ എന്ന് പറഞ്ഞ ദൈവമാണല്ലേ? അല്ലേ ചോദിച്ചോട്ടെ, ഈ പുരാണത്തിൽ ഈ കഥാപാത്രം ആരുടെ മകനായിട്ട് വരും? പുരാണത്തിൽ ഈ കഥാപാത്രം പൂതനയുടെ അമ്മായിയമ്മയായിട്ട് വരും. പൂച്ചക്ക് എന്തോടോ പൊന്നുരുക്കുന്നിടത്ത് കാര്യം? അതിലിവിടെ എവിടെയാ പൂച്ച? പൂച്ചനെ നിനക്ക് കാണണ? വെറുതെ അല്ല നിന്റെ കണക്കൊക്കെ തെറ്റണേ. എന്റെ കണക്കൂട്ടിൽ ഇതുവരെ തെറ്റിയിട്ടില്ല. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. ഒറ്റയ്ക്ക് ഞാൻ കത്തില്ലാട്ടോ. നിന്റെ ഒരു കണക്ക് കൂട്ടല്. താൻ ആൽഫിയെ പോയി വേഗം വിളിച്ചോണ്ടോ. അവൾ എല്ലാരും തിരിച്ചറിയുന്നുണ്ടോന്ന് എനിക്കറിയണം. ചെല്ലേ. ആൽഫി ഇവിടെ അവിടെ ഉണ്ട്. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. എവിടെ ആൽഫി? ഇതല്ലേ ആൽഫി? അയ്യോ, പറഞ്ഞതുപോലെ ഇയാൾ തന്നെയാണല്ലോ ആൽഫി. വെളിച്ചത്ത് കയറി വന്നപ്പോ എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചില്ല. ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കാൻ. ഇയാൾ പുറത്തു പോകും.
താനേതാ? നമ്മൾ ഇവിടുത്തെ ആൽഫി. അപ്പൊ അവിടെ അവിടെ അപ്പുകുട്ടൻ ആൽഫി. ഇവിടെ ഒരു ആൽഫി, അവിടെ ഒരു ആൽഫി, അപ്പുക്കുട്ടൻ ആൽഫി, എല്ലാം കൂടെ എത്ര എണ്ണണ്ടടാ? ഏതാടാ നീ? 100. 100 പേരോ? അതെ, 100 പേര്. ബാക്കി 98 എവിടെയാടാ? നീയൊക്കെ കൂടെ എന്തൊക്കെ തെമ്മാടിത്തരടാ കാട്ടി വെച്ചിരിക്കണേ? എല്ലാം പുറത്താവാൻ പോവാ. ചന്ദ്ര സംസാരിച്ചു. നിന്നെ ഞാൻ വിടില്ല. ഓടിപ്പോണ ആൽഫി എവിടെ? ബാങ്കിൽ പോയിരിക്കാന്നാ പറഞ്ഞേ. എന്തിന്? അങ്ങനെ നീ അങ്ങനെ ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ നോക്കണ്ട. തൂങ്ങുമ്പോ നമുക്ക് ഒരുമിച്ച് തൂങ്ങാടാ. കേരളം ഞാനാ ചപ്പുകുട്ട എല്ലാം താറുമാറാവും പോകുന്നു. എന്ത് പറ്റി? ചന്ദ്രകുഞ്ഞ് സംസാരിച്ചു. ഇനി എന്ത് ചെയ്യും? ആറ്റമ്മ മുടിച്ചു വെച്ചിരുന്ന സ്ഥലം നിനക്കറിയോ? എന്തിനാ അവിടെ പോയി വിളിക്കാൻ? അല്ല, അതിന്ന് ഒരെണ്ണെടുത്തിന്റെ പൊട്ടിച്ചാലും ലോകം മുഴുവൻ അവസാനിക്കല്ലോ. എന്റെ ദൈവമേ, ഞാനിനി അങ്ങോട്ട് പോവും. നിങ്ങൾ കണ്ടാ സംസാരിക്കും? കണ്ടില്ല, കേട്ടു. ഒരുപക്ഷെ അന്ന് കൈ പൊക്കിയതുപോലെ ഒരു വാക്കോ മറ്റോ മിണ്ടിയതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ട്. ഏതായാലും പോയി നോക്കാം. ഞാൻ പുറത്ത് നിൽക്കാം, നിങ്ങൾ അകത്ത് പോയി നോക്ക്. സംഗതി കുഴപ്പമാണെങ്കിൽ ഞാൻ മുങ്ങും. എങ്ങോട്ട്? പാതാളത്തിലേക്ക്. ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒരു കൈ നോക്കാടാ. ഒരു കൈയല്ലാണ്, 2 കൈ നോക്കാം. ആരാടാ ഞങ്ങൾ രാമഭദ്രൻ തല്ലിയത്? ഇറങ്ങി വരാം. ദേ പോണവൻ, രാമഭദ്രൻ തല്ലിയവൻ. പിടിച്ചോ പിടിച്ചോ. ആരെയും അതിലൂടെ കൊണ്ട് കെട്ടിയ പണ്ടാവൻ ഇവിടം വരെ വന്നിട്ട് അവ പിടിച്ചു പോയി. സോറി ചേട്ടാ, കോളേജ് പിള്ളേരെ ഓടിച്ചിട്ടാ കിട്ടാൻ ബുദ്ധിമുട്ടാ ചേട്ടാ. എനിക്ക് അനുഭവം ഉണ്ടെന്നേ. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. വാടാ വാടാ. ദേ പോണവൻ. പിടിച്ചോടാ പ്രേമ. നിനക്ക് കാര്യം അറിയണല്ലേ? കാര്യം നീ അവനെ തല്ലുവല്ലേ? ഞാനല്ല, പിന്നെ മിണ്ടിപ്പോയത് കൊന്നാളെ ഞാൻ. പിടിച്ചല്ലോ, പിടിച്ചിട്ടുണ്ട്. അടിക്കട പ്രേമ, ഉന്നെ നോക്കി അടിക്കട പ്രേമ. അവനെ ഒന്നും ചെയ്യല്ലേ. അവനല്ല തല്ലിയത്, അവനൊന്നും ചെയ്യല്ലേ. എന്നെ ഒന്നും ചെയ്യല്ലേ. ഇവനല്ലെങ്കിൽ പിന്നെ ഇവനെന്തിനാ ഓടിയത്? അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. നീ എന്തിനാണ് ഓടിയത്? അള്ളാനെ പേടിച്ചിട്ടാണ്. അള്ളാനെ പേടിച്ചിട്ടാണെങ്കിൽ എന്തിനാണ് ഞങ്ങളെ കണ്ടു ഓടിയത്? ഇവനല്ലെങ്കിൽ പിന്നെ ആരാ നിന്നെ തല്ലിയത്? എടാ ചോദിച്ച കേട്ടില്ലേ ആരാ നിന്നെ തല്ലിയത്? എന്നെ ആരും തല്ലിയില്ല, ഞാനാ തല്ലിയത്. ആരെ പറയടാ, ആരുമായിട്ടാണ് തല്ലുണ്ടാക്കിയത്? പറഞ്ഞ നിങ്ങൾ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ആനപ്പാറയിലെ ലവനില്ലേ, വീരഭദ്രൻ, അവനുമായിട്ടായിരുന്നു. നിന്നല്ലടാ അവനെ. മായൻകുട്ടി നീ വാ. എന്താ നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ, കറക്റ്റ്. നമ്മുടെ കുടുംബം അന്യം നിന്ന് പോകരുതല്ലോ എന്ന് വിചാരിച്ചാ. പിന്നെ അന്യം നിന്ന് പോവാൻ നമ്മള് സിംഹവാലം കുറങ്ങല്ലേ? പോടാ. അല്ല നീയും പോടാ. കൊല്ലും ഞാൻ. എന്നോട് കല്യാണം കഴിക്കാൻ പറയാൻ നീ ആരടാ? പറയോ. എന്തിനാടാ ദിവസവും ഞാൻ ഹനുമാൻ സേവ നടത്തുന്നത്? മാസത്തിൽ 5 ദിവസം തിരുവല്ലാമല തപസിരിക്കുന്ന എന്തിനാടാ? പെണ്ണെന്ന നശിച്ച വർഗം എന്നെ മനസ്സിലാക്കാണ്ടിരിക്കാനാ. അങ്ങനത്തെ നിത്യ ബ്രഹ്മയാളുടെ മുഖത്ത് നോക്കി കല്യാണം കഴിക്കാൻ പറഞ്ഞ നിന്നെ വേണ്ടെന്ന് പറയാൻ നീ ആരണ്ട? നീ കുറെ നാളായില്ല തുടങ്ങിയിട്ട്. നിനക്ക് എന്താ വേണ്ടേ? ഞാനിവിടെ വെറുതെ വന്നതാ. ഇവന്റെ ക്ലോസ് ഫ്രണ്ടാ. ക്ലോസ് ഫ്രണ്ടാ? ഫ്രണ്ട് തെണ്ടി. ഞാനിവനെ ക്ലോസ് ആക്കുന്നതിന് മുമ്പ് നീ ഇവനെ വിളിച്ചോട്ട് പോടാ. എടാ വിളിച്ചോട്ട് പോവാൻ. ആഞ്ജനേയ, ഈ ഭക്തനെ കൺട്രോള് തരില്ലേ? സാറേ ഒന്ന് അവിടെ നിന്നേ. സാറിന്റെ പേര് സ്വാമിനാഥൻ എന്നാണല്ലേ?
തനിക്ക് സ്വാമിനാഥൻ എവിടെ നിന്ന് കിട്ടി? എന്റെ പേര് രാമനാഥൻ എന്നാണെന്ന് തനിക്ക് അറിഞ്ഞൂടെ? എനിക്കറിയാം, പക്ഷെ വന്നവര് സമ്മതിക്കണ്ടേ? ആര്? അനിയൻ. അനിയനോ? ആ. ആരുടെ? സാറിന്റെ അനിയൻ. കൂടെ ഒരു ഉണ്ടക്കണ്ണനുണ്ടായിരുന്നു. എന്നിട്ട് എങ്ങനെ പോയേ? പേടിക്കാനൊന്നുമില്ല, ഞാൻ കറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ഓ അല്ലേ? മുട്ടുകാലിയേറ്റ് കൊല്ലും ഞാൻ. പന്നി, ഇതെന്തിനാ എന്റെ മേത്തേക്ക് വരുന്നത്? എന്നാ പിന്നെ നീ കെട്ടിപ്പിടിച്ച് 2 ഉമ്മൻ തട്ട. ഞാൻ വന്നിട്ട് നിന്റെ ശവപ്പെട്ടിയും പെട്ടിക്കച്ചവടൊക്കെ ഞാൻ ശരിയാക്കി തരണമെന്ന് ഞാൻ. മതി പൊട്ടിയത്, ഇറങ്ങി വേണം. ചേട്ടാ, എന്റെ ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ, ഒരപകടവും വരുത്തിയില്ലല്ലോ എന്റെ ദൈവമേ. ഈ കൂടുതൽ ഇനി എന്ത് അപകടം വരാനാ എന്റെ കൊച്ചമണി? ഈ കശ്മലന്മാർക്ക് നീ പിടികൊടുത്തില്ലേ? എന്നെ കൊലക്ക് കൊടുത്തില്ലേ നീ? എടാ മഹാഭാവികളെ, ഈ കരിങ്കല്ല് പോലെ നിൽക്കുന്ന മനുഷ്യനെ അപകടം പറ്റിയെന്ന് പറഞ്ഞ് നിന്റെയൊക്കെ നാവ് പുഴുത്തു പൊട്ടയുള്ളടാ. അപകടമൊന്നും പറ്റാത്തതിന് പ്രാവാണോ? സന്തോഷിക്കല്ലേ ചേട്ടത്തമ്മ വേണ്ടത്? പട്ടി, എന്റെയൊക്കെ കുടുംബം തകർത്തിട്ട് വേണോ അല്ലേടാ നിനക്കൊക്കെ സന്തോഷിക്കാൻ? അങ്ങനെ ചേട്ടൻ മാത്രം ഒറ്റയ്ക്ക് കുടുംബം വെച്ച് സൂചിക്കണ്ട. വട മായൻകുട്ടി, ഇപ്പൊ ചെന്നാലും അച്ഛനെ ഉടനെ ഇവിടെ എത്തിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് ഇനി കല്യാണം കഴിക്കാൻ ഒക്കെ ഇല്ലയോ ഞാൻ അവിടെ. ഇനി നിങ്ങൾ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. എടി കൊച്ചമണി, ഇവരെ പിടിച്ചു നിർത്താൻ, പിടിച്ചു നിർത്താൻ. തടയരുത്, വഴി തടയരുത്. ആര് തടഞ്ഞാലും ഞങ്ങൾ പോകും. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം. വേണ്ട, ബാക്കിയുള്ളതൊക്കെ ഇനി അച്ഛനോട് നേരിട്ട് പറഞ്ഞാൽ മതി. നിന്നോട് ഞാനല്ലേ പറഞ്ഞത് പോകരുതെന്ന്. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒരു കല്യാണം കഴിക്കണം, അത് ഞാൻ നടത്തി തരുന്നു. അതൊന്നും പറ്റില്ല. നീ പോടാ. നീ ഉണ്ടാതിരി. എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞത്? കല്യാണം നടത്തി കൊടുക്കാന്ന്. നിന്റെ കല്യാണം ഞാൻ എനിക്കല്ല. അയ്യേ, നിന്റെ കല്യാണക്കാരൻ ഞാൻ ഏറ്റുന്ന്. ഈ സാമിയായിട്ട് നീ ഏറ്റുന്ന്. ഏറ്റൊടുവിൽ മാറിക്കളയോ? ഞാൻ ഈ പറയുന്നത് നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേഗം നടക്കണ. ഈ നിൽക്കുന്ന എന്റെ 2 കുട്ടികളുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. നീ പറയുന്ന ഏത് പിടി നിനക്ക് ഞാൻ കെട്ടിച്ചു തരും. പോരെ? എങ്കിൽ ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു. പെൺകുട്ടിയല്ലാണ്ട് പിന്നെ ആൺകുട്ടി ആരാ പ്രേമിക്കുക? പെണ്ണാരാന്ന് പറ. വേറെ ആരുമല്ല, ആനപ്പാറയിലെ പരശുമാമന്റെ മോള് മാലു. ചേട്ടാ സത്യം ചെയ്താണ്, സത്യം ചെയ്താണ്. സത്യൊരു മണ്ണാങ്കട്ടിൽ മാച്ചോഞ്ഞു, എല്ലാം മാച്ചോഞ്ഞു. കൊച്ചമണി, പിള്ളേരെ കൊണ്ട് അകത്തോണ്ട് വെച്ച് പിന്നെ പിള്ളേരെ തലയിലല്ലേ സത്യം ചെയ്തിട്ടുള്ള കളി. രാമോദര, നീ എന്ന് വേറെ ആളെ നോക്ക്. ഈ പ്രശ്നം നടക്കില്ല. അല്ല, കളഞ്ഞിട്ട് വാടേ മായൻകുട്ടി. ഇപ്പൊ പോയാലും അച്ഛനെ ഉടനെ ഇവിടെ കൊണ്ടുവരാം. എടാ, ഇതിന്റെ ഇടയ്ക്ക് നീ എന്തിനാണ് അച്ഛനെ വലിച്ചുകൊണ്ട് വരുന്നേ? എനിക്ക് ശ്വാസം ഇടാൻ കുറച്ച് സമയം എന്താടാ? ഈ ലോകത്ത് ഈ പിശാച്ചിനല്ലാണ്ട് വേറെ ആരും നിനക്ക് കിട്ടിയില്ലടാ പ്രേമിക്കാൻ. ചേട്ടാ എന്റെ കൂടെ നിൽക്കുമല്ലോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഞാൻ നിന്റെ കൂടെ നിൽക്കല്ലേ. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഞാൻ കല്യാണം കഴിച്ച വിവരം ഞാനും നീയും ഈ തെണ്ടിയും അല്ലാതെ 4മതൊരു തെണ്ടി അറിയാൻ പാടില്ല. അറിഞ്ഞാ കുഴപ്പമുണ്ടോ? ഒരു മിനിറ്റ് ഇങ്ങനെ വന്നേ. എന്താടാ കുഴപ്പമായി? എന്താ നിങ്ങൾ ഇങ്ങനെ ഒന്നാവെന്ന് ഞാൻ അറിഞ്ഞോ? സാമേട്ടൻ കല്യാണം കഴിച്ച വിവരം ഞാൻ പ്രേമേട്ടന്റെ അടുത്ത് പറഞ്ഞു പോയി. എടാ മഹാഭാവി, ഇപ്പൊ പ്രേമേട്ടൻ അച്ഛന്റെ അടുത്ത് പോയി പറഞ്ഞു കാണുമല്ലോ. എന്റെ അമ്മേ, വേഗാവട്ടെ എന്റെ കൊച്ചമണി. ആ പ്രേമന അച്ഛനെയും വലിയേട്ടനും കൊണ്ട് ഏത് നിമിഷം ഇവിടെ എത്തുന്നത്? വരുന്നു. ഈ വണ്ടി വിളിക്കാൻ പോയിട്ടുള്ള പിശാചി എവിടേക്ക് പോയി? അവൻ ഈ വണ്ടി മുട്ടി അങ്ങനെ അവിടെ കിടന്ന് ചത്തപ്പണ്ടാകാലൻ. ഒന്ന് ചെന്ന് നോക്ക്. അവൻ വണ്ടി വിളിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ രക്ഷപ്പെട്ട പ്രശ്നമില്ല. അവൻ ഇപ്പൊ ഇങ്ങെത്തും. ചേട്ടനാ പെട്ടിയും ബാഗ് ഇങ്ങോട്ട് ഇതും കൂടെ അങ്ങോട്ട് പോകണം. ശരിയാണ്, ഞാൻ എന്തിനാ കൊണ്ടിറക്കണേ? എനിക്ക് എന്നാ കയ്യും കാര്യം മറക്കണം. നിനക്ക് മറക്കണ്ട. ഈ സമയത്ത് ഇങ്ങനെ പേടിച്ചാലോ? ഒറ്റ വീക്ക് ഈ സമയത്ത് പേടിക്കാണ്ട് പിന്നെ ഇങ്ങനെ ചിരിക്കണ്ട. പട്ടി, നീ എന്താ ഈ കുഴപ്പം മുന്നുണ്ടാക്കിയത്? നോക്കിക്കോ, വീട് മാറി നിന്ന് അന്ന് ഞാൻ കൊല്ലും. തീർന്നില്ല ഇത്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഒറ്റൊരുത്തരും ജീവനോട് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. ആ വണ്ടി വന്നു. ഇതെന്തത്? കുറച്ച് മധുരസേവ. നിന്റെ അമ്മേനെ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് നിന്റെ അച്ഛനണ്ടി. ഒരു മനുഷ്യ ജീവിതം ഇവിടെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഒടുക്കത്തെ ഒരു മധുരസേവ. അല്ലോ, ഇങ്ങോട്ട് പോരും. നല്ല പരിചയമുള്ള കാറാണ്. എന്റെ അമ്മോ, റിവേഴ്സ് എടുത്തോ. വഴിയോട്ട് മാറ്റിട്. എന്റെ ഈശ്വര. കൊച്ചമണി മക്കളെ, ആരാ മനസ്സിലായില്ലല്ലോ. ഓഹോ, തെറ്റിദ്ധരിക്കരുത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ. ശകുനത്തിലൊക്കെ എനിക്ക് സ്വല്പം വിശ്വാസമുള്ളതുകൊണ്ട് ചോദിച്ചതാ. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ.
എന്താ സ്നേഹിതന്റെ പേര്? എന്റെ പേര് ഞാൻ പറയണോ അല്ലേ? ഹായ്, ഞാനൊന്ന് പേര് ചോദിച്ചിന് താൻ എന്തിനാ ഇങ്ങനെ പല്ലി അടിക്കണേ? ദേ പിന്നെയും കടിക്കുന്നു. ഇനി കടിച്ചാ പൊട്ടത്ത വല്ല പേരാണെങ്കിൽ താൻ പറയണ്ട. ആരാണെന്ന് മനസ്സിലാവാത്തോണ്ട് ചോദിച്ചെന്നുള്ളൂ. മനസ്സിലായില്ല അല്ലേ? എന്നെ അച്ഛനെ ചേട്ടന് മനസ്സിലായില്ല അല്ലേ? അത് അച്ഛനാണെന്ന് മനസ്സിലായി, താൻ മകനാണെന്ന് മനസ്സിലായി. അതിന് ഇവിടെ ഒന്ന് ബഹളം വെക്കുന്ന എന്താണെന്ന് മനസ്സിലായില്ല. ഇതെന്തിനാണെന്ന് മനസ്സിലായില്ലേ? നീ സ്വാമിനാഥനാണെന്ന് മനസ്സിലാക്കാൻ. ഞാൻ സ്വാമിനാഥനല്ല. അല്ലേ? അല്ല. അല്ലേ? അല്ലെന്നേ. എന്നാ തിരിച്ചറിയ അടിക്കാൻ. നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയണ അടിക്കാൻ. നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയണ. ഈ നിൽക്കുന്ന മനുഷ്യനെ ഞാൻ അടിക്കാത്തത് എന്റെ മരിച്ചുപോയി അച്ഛനെ ഓർത്താ. ഇനി ഇയാളെ കൊണ്ട് പോയില്ലെങ്കിൽ ഈ പ്രായമൊന്നും ഞാൻ നോക്കില്ല. എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എന്റെ കൺട്രോള് വിട്ടു ഈശ്വരാ. ബാലരാമ, ആ സ്വാമിനാഥൻ എന്ന് പറയുന്നുണ്ടല്ലോ, അവൻ ഇത്രയും കാലം എവിടെ പോവുകയായിരുന്നു, എന്തിനു പോവുകയായിരുന്നു, ആരെ കാണാൻ പോവുകയായിരുന്നു എന്നുള്ള കാര്യം എന്നെ അറിയിക്കണം. പിന്നെ ഇന്നു മുതൽ അവൻ ഈ പടിക്ക് പോയിറങ്ങാൻ പാടില്ല. അഥവാ അവയോട് വരികയാണെങ്കിൽ എന്നെ കണ്ടിട്ട് ഏത് പാതിരേക്കാണെങ്കിലും ഇതിനകത്ത് കയറാവുള്ളൂ എന്ന് പറയണം. മനസ്സിലായോ? വലിയ 500 500 സ്വന്തം മകനെ തോപ്പിക്കാൻ വേണ്ടി അവരുടെ കല്യാണത്തിന് കാവല് നിൽക്കാൻ പോണു. കാവല് നിൽക്കാൻ നിങ്ങളുടെ അച്ഛനാരാ? ഗൂർക്കയോ? അല്ല പിന്നെ. ഈ സമയത്താണ് ചൂടാവണത്. ചൂടാവാൻ പിന്നെ സമയം കാലൊക്കെ ഉണ്ട്. എന്നാ ഞാൻ സമയമൊക്കെ ഉണ്ട് എഴുതിത്താ. മറ്റു കൊല്ലും ഞാൻ. തളർന്നിരിക്കുമ്പോ എന്നെ കൊണ്ട് അക്രമം ചെയ്യിപ്പിക്കില്ലേ? അല്ല അതെ, സ്വന്തം മക്കളുടെ കല്യാണം നടത്തി കൊടുക്കാത്ത ആ മനുഷ്യൻ എന്ത് അവകാശം ഉണ്ടായിട്ട് ആനപ്പാറയിലെ ആ പെണ്ണിന്റെ കല്യാണം നടത്താൻ പോണേ? എന്റെ പൊന്നു കൊച്ചമ്മണി, കുറെ നേരമായില്ലോ നീ കിടന്ന് കാറണേ. കാറും ഇനിയും കാറും. എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട്. തൽക്കാലം പുറത്തുനിന്ന് സങ്കടം എടുക്കണില്ല. ഇപ്പൊ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ സങ്കടം ഉണ്ട്. പുറത്തുനിന്ന് എടുക്കുമ്പോ ഞാൻ നിന്നോട് പറയാം. ഇത് വലിയ മാരണായില്ലോ. എടാ രാമഭദ്ര, നീ ഇങ്ങനെ വാക്കും കേട്ടോണ്ടിരുന്ന ആയുഷ്കാലം മുഴുവനും നീ ഇങ്ങനെ ഈ ഇരിപ്പിരിക്കേണ്ടി വരും. എടാ നമുക്ക് പോണോടാ. അച്ഛനല്ല ഏത് കൊലകൊമ്പം വന്നാലും നമുക്ക് പോയി ആ കല്യാണം മുടക്കണം. നീ ആ പെണ്ണിനെ കെട്ടണം. ഇതാരാണ് ഈ നേരത്ത്? അച്ഛനോ മറ്റോ ആന്നോ? രാമഭദ്ര, പാത്രം മായൻകുട്ടി, പാത്രം ഒറ്റയില്ലെന്ന്. നിക്കവിടെ. ഇതെന്താ ഈ നേരത്തെ? ഇവിടുന്ന് വാടകയ്ക്ക് കൊണ്ടുപോയിട്ടോ തമ്പ്ര. എന്താ തിരിച്ചു വേണ്ടേ? ബാലരാമ നോക്കടാ. വേണ്ട ബലം, ഞാൻ നോക്കിക്കോളാം. അവന്മാർ ഏതൊക്കെ വേഷത്തിൽ എപ്പോഴൊക്കെ വരുമെന്ന് പറയാൻ പറ്റൂല. ഇങ്ങോട്ട് മാറി, എല്ലാവരും ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി, ഞാൻ നോക്കാം. ഇത് കുഴപ്പമില്ല, പോട്ടെ. അടുത്ത് വാ. ഇത് കുഴപ്പമില്ല, പോട്ടെ. നെക്സ്റ്റ്. സോറി, അല്പം ലേറ്റായി പോയി. ഇത് അവരല്ല, അടുത്ത് വാ. ഓക്കെ, എല്ലാം ഓക്കെയാണ്. കണ്ട, കലം തലയിലുള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. എന്നാ നീ സ്ഥിരമായിട്ട് വെച്ചോടാ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒച്ച വയ്ക്കില്ലെന്ന്. ഓടിക്കടാ, പാത്രം ഓടിക്കോ. ബഹളം ഉണ്ടാക്കല്ലേ, ഞാനാണ് വീരഭദ്രൻ. ഞാനാണെന്ന് ബഹളം ഉണ്ടാക്കല്ലേ, നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേ. രാമഭദ്ര, സ്വാമിനാഥൻ. അയ്യോ രാമഭദ്ര, നിങ്ങൾ ബഹളത്തിൽ കിടക്കരുന്നു. കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടാവുമായിരുന്നു. ആദ്യം നീ ആ ചെറുക്കനെ ഇങ്ങനെ കൊണ്ടുപോവാ, എന്നിട്ട് വേണമെങ്കിൽ തുടങ്ങാൻ. ആദ്യം തന്നെ ഇതൊക്കെ നടക്കി താഴെ വെക്കില്ലേ. ഡ്രസ് ഒക്കെ മാറ്റി വേഗോട്ടെ. മുണ്ട് മുണ്ട് പിടിക്കേണ്ടി പോണേ. ഇത് പിടിക്കാം. ആവശ്യം വന്നാൽ ഇനിയും തലയിൽ വെക്കാലോ. ഒന്നുമില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടാ. നിന്നെ കണ്ടു എന്റെ കാലക്കേട്. എടാ ബാല, എന്തൊരു ഇരിപ്പ, മുഹൂർത്തത്തിന് സമയമായി. നേരം കുറെ ആയല്ലോ, ഒന്നും കൂടെ ഇറങ്ങി വാ. ഇവനിതെവിടെ പോയി?
കണ്ണാടി കൊള്ളാല്ലേ നീ ഇപ്പൊ ആളെ നോക്ക്. ചേട്ടാ പോലെ പോലെ പണിയുണ്ട്. കൊണ്ടുപോവാ പിന്നിൽ നീന്റെ പിന്നിൽ കുട്ടപ്പനുള്ള എന്തേ താഴെല്ലാം പോയിട്ടാ. വണ്ടി പോട്ടെ വണ്ടി പോട്ടെ. അച്ഛനെന്നെ വിളിച്ചോ? നീ അതെടുത്ത് വിറ്റു അല്ലടാ? ഏതാ അച്ഛ? നിന്റെ അമ്മയുടെ നായരില്ലേ ഈ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഇതിനേക്കാൾ വലിയ വാർപ്പ്, അതെടുത്ത് വിറ്റോന്ന്. അയ്യോ വിറ്റതല്ല, വേറൊരു സദ്യക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തതാ. ഞാൻ ഇപ്പൊ പോയി നിക്ക്. എന്ന് മുതലാടാ മൂപ്പിൽ നായര് കാരണവന്മാരുടെ വാർപ്പും തളികയും വാടകയ്ക്ക് കൊടുത്തു തുടങ്ങിയത്? അച്ഛനല്ല, ഞങ്ങളാ കൊടുത്തത്. എന്തോരം വലിയ വലിയ പാത്രങ്ങളാ ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് പൂത്തു പോകുന്നത്. വല്ലപ്പോഴും അടുപ്പിൽ കയറിയിരുന്ന ഒന്ന് നല്ലപോലെ ചൂടാകാൻ അതുങ്ങൾക്കും ഉണ്ടാവില്ല അച്ഛാ മോഹം. ഈ കിണ്ടിക്കും തളിയയ്ക്കും ഒക്കെ മോഹങ്ങളുണ്ടെന്ന് പറയാൻ അതുങ്ങളൊന്നും ചേട്ടന്റെ മക്കളൊന്നും അല്ലല്ലോ. അതേടാ, അച്ഛൻ ഉണ്ടാക്കി എന്തിനെ എന്റെ സ്വന്തം മക്കളെ പോലെ ഞാൻ നോക്കണത്. വാടകയ്ക്കല്ല അച്ഛാ കൊടുത്തത്, സദ്യ കഴിഞ്ഞാൽ അതല്ല ഇപ്പൊ ഇങ്ങെത്തും. വാടകയ്ക്കാ കൊടുത്തു അച്ഛാ, ഒരു ദിവസത്തേക്ക് 500 രൂപ. ചേട്ടൻ കള്ളത്തരം പറഞ്ഞാലും ഇന്നത്തെ ദിവസം അച്ഛനോട് കള്ളത്തരം പറയാൻ എന്നെ കിട്ടില്ല. ഇന്ന് അച്ഛന്റെ പിറന്നാളല്ലേ? വെറുതെ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോ വാടകയ്ക്ക് കൊടുത്താൽ മതി നീ അല്ലേ പറഞ്ഞത്? അച്ഛൻ അറിയാതെ 34,000 രൂപയ്ക്ക് വിൽക്കാന്നല്ലേ ചേട്ടൻ പറഞ്ഞത്? അത് പാടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്? അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാല് തരാൻ ഒരു കാല് തരാൻ അപസ്മാരാണല്ലോ പഠിച്ചത്. എന്താണ് ഇരുമ്പ് ദശ വിട്ടു വരാൻ? അപസ്മാരം തന്റെ വാപ്പിച്ച താക്കോൽ കൈ കൊടുക്കുന്നേ അല്ല, താക്കോൽ പിടിക്കാൻ കൊടുത്തതിന്റെ ഗുണമായി കാണിക്കുന്നേ. ദിവസം 4 തവണ കാല് പിടിച്ചാൽ ചെയ്ത തെറ്റൊക്കെ ഇല്ലാതായിന്നാ വിചാരം. മക്കളാണോ മരുമക്കളാണോ എന്ന് ഞാൻ നോക്കൂല. നാറി തുടങ്ങിയാൽ സകലതും പഠിക്കു പുറത്ത്. അത് ശരി, അപ്പൊ മക്കൾ അച്ഛന്റെ കാല് പിടിക്കായിരുന്നില്ലേ? സത്യം പറയാലോ, എനിക്കത് കണ്ടപ്പോ മനസ്സിലായില്ല. കാരണം ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ എന്റെ ബാപ്പന്റെ കാല് പിടിച്ചിട്ടില്ല. അതെന്താ, തന്റെ ബാപ്പയ്ക്ക് കാലില്ലേ? കാലിലഞ്ഞിട്ടല്ല, ഓർമ്മ വെച്ച കാലം മുതൽ നമ്മള് ബാപ്പ ദുബായിലാ. ബാപ്പ ദുബായിന്റെ ലീവിൽ വരുമ്പോ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകും, നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ബാപ്പ ഇവിടുന്ന് അങ്ങോട്ട് പോകും. ബാപ്പി ഞാൻ ഇതുവരെ തമ്മിൽ കണ്ടില്ല, പിന്നെ എങ്ങനെ ഇത് പിടിക്കും? കോയ എന്താ കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്നത്? ആ, ഇത് ഈ മാസത്തെ എന്റെ വീട്ടിന്റെ വാടക. ആദ്യത്തെ വാടക മൂപ്പിൽ നേരെ കയ്യിൽ നേരിട്ട് കൊടുത്ത് അനുഗ്രഹം വാങ്ങുന്ന എന്റെ ആഗ്രഹം. ഏയ്, ഇന്ന് അച്ഛന്റെ ജന്മദിവസം അച്ഛൻ ഒന്നും കൈ നീട്ടി വാങ്ങാറില്ല, കൈ നീട്ടി കൊടുക്കാറേ ഉള്ളൂ. ഏട്ടാ, വീട് വാടക കൊടുക്കുമ്പോ ഇതൊന്നും കോയോട് പറഞ്ഞിട്ടില്ലേ? ഞാനായിട്ട് പറയുന്നത് നല്ലതല്ലേടാ, നേരിട്ട് വന്ന് അറിയുന്നത്. ആ, അങ്ങനെയൊക്കെ ചില പതിവ് പണ്ട് മുതലേ ഇവിടെ ഉണ്ട്. ഇവൻ പറഞ്ഞ പോലെ ഈ ദിവസം കൈനീട്ടി ഞാനൊന്നും വാങ്ങാറില്ല. ഈ മാസത്തെ വാടക എനിക്ക് ഇന്ന് വേണ്ട, അത് താൻ തന്നെ വെച്ചോ. പടച്ചോൻ സഹായിച്ച് എന്നും നിങ്ങൾക്ക് പെരുന്നാൾ വെച്ചെന്നാണ് എന്റെ പ്രാർത്ഥന. നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാര് കൊല്ലത്തൊരു ദിവസം ജനിച്ചാ പോരാ, ഓരോ മാസം എല്ലാ 1-ാം തീയതി അങ്ങനെ 12 മാസം ജനിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ജനിക്കണമെന്ന് തന്നെയാ എന്റെയും മോഹം. ഈ വീട് വിട്ടുപോവാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലിടവേ, മരിക്കരുതേ എന്നാ എന്റെ പ്രാർത്ഥന. വാടക 400 വാടകയില് പകുതി ഇങ്ങക്കും പകുതി അമ്മക്കും. ജീവിക്കാൻ വേണ്ടി ഒരുപാട് സർക്കസ് സ്ഥലത്തിലെ കുട്ടികളും കെട്ടിയുള്ള ഒരു സാധാ കോയാണ് ഞാൻ. എന്നാലും സ്വന്തം വീട്ടിൽ നിങ്ങൾ നടത്തുന്ന ഈ കള്ളക്കളി ഉണ്ടല്ലോ, അതിന്റെ മുമ്പിൽ നമ്മൾ സർക്കസ് ഒന്നുമല്ല. അതെ, അടുത്ത മാസം സ്വന്തം തന്ത ഇതുപോലെ വാടക കൈനീട്ടി വാങ്ങാത്ത ദിവസങ്ങളുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. അത് നമുക്ക് ഷെയർ ചെയ്യാലോ. അളിയാ, എന്റെ ഷെയർ ഇവിടെ. ആ, ഇതാ ഏട്ടൻ അളിയനും 100 പിടി. എന്റെ 100 കഴിച്ച് വേറൊരു 100 എന്റെ കയ്യിൽ ബാക്കിയുണ്ട്. അത് 3 ആക്കി മുറിച്ച് 33 രൂപ 33 പൈസ ഇനി അങ്ങോട്ട് വരും. എന്താ പോരെ? പോരാ, എന്നാലും 1 പൈസ ബാക്കി വരും. വന്നോട്ടെ, അത് അളിയന്റെ 16 അടിയന്തരത്തിന് ഞാൻ ഭഗവതിക്ക് നേർച്ച കെട്ടുന്നുണ്ട്. എന്തേ,
ഏട്ടൻ എന്ത് പറ്റി? അച്ഛനെ പറ്റിച്ച് നമ്മൾ എത്ര കാലമാണ് ഇങ്ങനെ കഴിയുക? അച്ഛന്റെ സ്വർഗാരോഹണം വരെ ഇങ്ങനെ കഴിയാം, അല്ലാതെ എന്താ ചെയ്യാ? തന്തയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദേ തല്ല് കിട്ടി എന്റെ പുറമൊന്ന് നോക്കിയേ. വേണം പിന്നെ കാണാം. ഇളയ പെങ്ങള് ചിന്നമ്മ മരിച്ച പിന്നെ അച്ഛൻ ഇങ്ങനെ കണ്ണിച്ചോടയില്ലാതായത്. ചിന്നമ്മുവിന്റെ മകള് മായോടാ അച്ഛൻ എല്ലാരേക്കാളും ഇഷ്ടം. അവൾ ഇന്ന് വന്നില്ലെങ്കിൽ ഇവിടെ ആകെ പ്രശ്നമാവും. അളിയാ സദ്യ വിളമ്പറായി, അവിടെ ആരുമില്ല. ഡോ തനിക്ക് മറ്റേതാണ്ടേ? അതല്ലടോ എന്റെ പുറം. പിന്നെ കാണാം. എല്ലാരും ഊണ് കഴിച്ചു, ഞങ്ങളും കഴിച്ചു. ഇനി അച്ഛൻ മാത്രമേ ഉള്ളൂ. വിളമ്പട്ടെ? വേണ്ട, എനിക്ക് വിശപ്പില്ല. അച്ഛന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട, ഞാനും കഴിക്കുന്നില്ല. എന്നാ ഞാനും കഴിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ രണ്ടാളും കഴിച്ചു എന്ന് പറഞ്ഞതോ? അത് കുട്ടികൾ കഴിച്ചപ്പോ ഞാൻ ആ ഇലയിൽ ഒരു ഇത്തിരി വാരി കഴിച്ചതാ. അച്ഛന് വിശ്വാസമില്ലെങ്കിൽ വേണ്ട. ഒരു നേരം പട്ടിണി കിടന്നു വെച്ച് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ നീയോ? ഞാൻ അവസാനം ചെറിയൊരു ഗ്ലാസ്സിൽ ഇത്തിരി പായസം കുടിച്ചു. ക്ഷണിച്ചവരെല്ലാം വന്നിരുന്നോടാ. ആകെ 713 ഇലയിട്ടു. പായസം തികഞ്ഞില്ല, രണ്ടാമത് ഉണ്ടാക്കി. സദ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഏട്ടനാണ്. അനാഥ മന്ദിരത്തിലേക്ക് ഒരു ചാക്ക അരിയും 140 ഊണും ഞാൻ കൊടുത്തയച്ചു. അതെപ്പോ? അത് നീ അവിടെ ഇന്ന് ഉരുട്ടി വിഴുങ്ങുമ്പോ. പിന്നെ അച്ഛാ, പുറം കാര്യങ്ങളൊക്കെ സഹദേവൻ നോക്കി. അതിന് എല്ലാത്തിനും എന്റെ ഒരു മേൽനോട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി. സാധനങ്ങളുടെ വിലയാ ഭയങ്കരം. കേട്ടാ ഒരാളും വിശ്വസിക്കില്ല. സാരമില്ല, ഞാൻ വിശ്വസിച്ചോളും. ചോദിക്കുമ്പോ പറഞ്ഞാ മതി. അതിനു മുമ്പ് നീ നിന്റെ പെങ്ങളെ ഒക്കത്തെടുത്ത് അപ്പുറത്തെങ്ങാനും കൊണ്ടുവെക്ക്. ഇവരുടെ ഈ കരച്ചിൽ എനിക്ക് അത്ര പിടിക്കുന്നില്ല. എനിക്കറിയാം, പായമോള് വരാത്തതിന് അച്ഛൻ എന്നോടാ ദേഷ്യം. ഞാൻ എന്ത് പറ്റാ ചെയ്തത്? എന്റെ കൂടെ പുറത്തെ നീ എന്തിനാ ഇങ്ങനെ കരയണേ? നീ കരയണ കാണുമ്പോ എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. കേട്ടില്ലേ വെച്ചേട്ടാ? എന്താ? എനിക്ക് അല്പം സ്വസ്ഥത തരുമോ? മുത്തച്ഛാ, വാടക ചീട്ടും കൊടുത്ത് ഞാൻ ആളെ അയച്ചാൽ വാടക കൊടുക്കണം. അല്ലാതെ തർക്കുത്തരം പറയാനല്ല ഞാൻ തനിക്ക് വീട് വാടകയ്ക്ക് തന്നത്. അച്ഛൻ എന്തിനാ ഈ വാടകയുടെ കാര്യത്തിൽ വിഷമിക്കുന്നത്? അതിന് ഞാനില്ലേ, അല്ലെങ്കിൽ ഏട്ടനില്ലേ? സ്വന്തം തന്തയെ ഉപ്പും മുളകും തേച്ച് നാലായിട്ട് മടക്കി വിഴുങ്ങാനല്ലേടാ നീയൊക്കെ മക്കളായി ജനിച്ചത്. ഈ കോയയുടെ വാടക എന്താടാ കണക്കിൽ വരാത്തത്? മൂപ്പിള്ളാരുടെ പിറന്നാൾ ദിവസം ഞാൻ വാടക കൊണ്ട് തന്നപ്പോ അന്നേ ദിവസം കൈ തെറ്റൊന്നും വാങ്ങൂലാന്ന് മൂപ്പിള്ളാരല്ലേ പറഞ്ഞേ? അല്ല, അത് മറന്നോ? നിന്റെ പേരെന്താണാ പറഞ്ഞത്? കോയ, കരിപ്പൂര് കോയ. താൻ കരിപ്പൂർ കോയയാണെങ്കിലേ ഞാൻ തിരുപ്പൂർ നായരാ. ആ ദിവസമൊന്നും കൈനീട്ടി വാങ്ങുകയല്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിനടുത്ത ദിവസം ഞാൻ കൈനീട്ടും. കരിപ്പൂർ കോയയ്ക്ക് മനസ്സിലായോ? എല്ലാരും കൂടെ ഒരു ചട്ടിയിൽ നിന്ന് വാരി തിന്നുമ്പോ അതിന്റെ മൂട്ടിൽ ഒരു ഓട്ട ഇട്ടിട്ട് അതി നൂറ്റാൻ നോക്കരുത്. നിന്റെ അതിബുദ്ധി ഇവിടെ നടക്കില്ല നാരായണക്കുട്ടി. എന്നെ എങ്ങനെയെങ്കിലും പാര വെച്ച് കള്ളനാക്കാനല്ലേ ഏട്ടനും പെങ്ങളും നോക്കുന്നത്? ഒന്നില്ലെങ്കിൽ എന്റെ കൂടപ്പറപ്പല്ലേ? ഈ അളിയനെ കൊന്നിട്ടായാലും ശരി, വേണ്ടി വന്നാൽ ഞാനിതെല്ലാം കലക്കും. കോയയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ വാടക അച്ഛന് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടാളെന്താ പറഞ്ഞേ? അതെടുത്ത് സ്വന്തം കയ്യിൽ നിന്ന് കണക്കിലിട്ടോളാൻ ഞാനിട്ടു. അത് ഇത്തിരി ശബ്ദത്തിലായി പോയി, അത്രേ ഇവിടെ സംഭവിച്ചുള്ളൂ. നിങ്ങൾ എവിടേക്ക് പോണേ? സ്പീക്കിംഗ്. അയ്യോ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ഇപ്പോഴെങ്കിലും പുറപ്പെട്ടാലേ നിങ്ങൾക്ക് ഇവിടെ കൃത്യസമയത്ത് നാടകം തുടങ്ങാൻ പറ്റുകയുള്ളൂ. ഓ, നാടകം കൃത്യസമയത്ത് തന്നെ തുടങ്ങും. കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്യും. ഇയാൾ ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യം ഈ വിളിക്കണേ? താൻ ഈ ഫോണുമ്മ കെട്ടി തൂങ്ങിച്ചാവാണ്ട് അതൊരു സ്ഥലത്തെടുത്ത് വെക്ക്. ഇവന്മാരെ എവിടെ പോയി കിടക്കുക? ബാലകൃഷ്ണ, ഗോപാലകൃഷ്ണ. അത് ശരി, നീ ഇവിടെ നിന്ന് തലേമ ഗോപുരമണിയാ. അവന്റെ ഒരു മുടിഞ്ഞൊരു ഒരുക്കും. ഒന്ന് വണ്ടി കയറത്തണ്ടി. അതിന് ഞാൻ മാത്രം കയറിയാൽ മതിയോ? റെഡിയാവേണ്ട ഒരുത്തൻ കട്ടിലെ കിടപ്പുണ്ടല്ലോ, അതോ? വേറെ ആര്? ഗോപാലകൃഷ്ണൻ. അവനിതുവരെ റെഡിയായിട്ടില്ലേ? എങ്ങനെ റെഡിയാവും? അവൻ വലിയ വില്ലനല്ലേ? നാടകത്തിൽ നായകനേക്കായി വരുന്നത് വില്ലനാണെന്ന് അവന്റെ ഭാവം. ആദ്യം വില്ലൻ വണ്ടി കയറട്ടെ, എന്നിട്ട് നായകൻ കയറണോ വേണ്ട എന്ന് തീരുമാനിക്കാം. നിന്റെയൊക്കെ നായകനെ വില്ലൻ ശരിയാക്കി തരാം. മോനെ ഗോപാലകൃഷ്ണ, എന്താ ഇങ്ങനെ കിടക്കണേ? നിനക്ക് വയ്യേ? ഇന്ന് ഉദ്ഘാടന കളിയല്ലേ? എഴുന്നേൽക്കുമ്പോ ആ ക്ഷീണം അങ്ങോട്ട് മാറും. എഴുന്നേറ്റ് വേഗം റെഡി അവിടെ പട്ടി. എന്താന്ന്? ഓ, ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് റെഡി അയച്ചാൽ മാത്രം മതി പുറപ്പെടാൻ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ വണ്ടി കയറിയല്ലോ, നിനക്ക് മാത്രം എന്തത്ര കനം? ഒരു കനവുമില്ല. വെറുതെ എന്തിനാ അലക്കി തേച്ച് ഡ്രസ് എടുത്തിട്ട് ചുളുക്കുന്നത്? വരട്ടെ, അവള് വരട്ടെ, എന്നിട്ട് ഞാൻ ഡ്രസ് ചെയ്യാം. അതാരാ നിന്നെ ഡ്രസ് ചെയ്യിക്കാൻ വരുന്നവള്? എന്നെ ഡ്രസ് ചെയ്യിക്കാൻ വരുന്നവളൊന്നുമല്ല.
നിങ്ങളുടെ പുന്നാര നായികയില്ലേ ശകുന്തള, അവള് വരട്ടെ. അവള് വരാണ്ട് വണ്ടി പുറപ്പെടില്ലല്ലോ. അവള് വന്നതിന് ശേഷം ഞാൻ ഡ്രസ്. എന്റെ ദൈവമേ, അവള് ഇതുവരെ വന്നില്ലേ? അപ്പൊ ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്, എനിക്ക് ഇംഗ്ലീഷിൽ പറയാം. ശകുന്തള, അവർ ഹീറോയിൻ. അമ്മ ഞാൻ കാണിച്ചു തരാം. എടി എടി ശകുന്തളെ, അവിടെ നിൽക്കാൻ. എടി നിന്നോട് പറഞ്ഞത് അവിടെ നിൽക്കാൻ. അയ്യോ അമ്മ, ഞാൻ പറയുന്നൊന്ന് കേക്ക്, എനിക്ക് പോണം. അവിടെ വണ്ടി പുറപ്പെടാണ്ട് എന്നെയും കാത്ത് നിൽക്കുമായിരിക്കും. നിൽക്കട്ടെ. നീ ഇവരോട് അങ്ങോട്ട് പറഞ്ഞേ നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ സമ്മതമാണെന്ന്. സമ്മതം അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരു സമിതിക്കാരെ മുഴുവൻ ചതിച്ചിട്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണ്ട. ഇതിലൊരു ചതിയില്ലേ കുട്ടി. നാടകത്തിൽ നിന്ന് മുങ്ങുന്നതും സിനിമയിൽ പൊങ്ങുന്നതും ഒക്കെ ഇവിടെ സ്ഥിരവാ. ഇന്ന് നാടകത്തിൽ നിന്ന് ആരൊക്കെ സിനിമയിൽ കയറിയിട്ടുണ്ടോ അവരൊക്കെ ഇങ്ങനെ തന്നെ വന്നിട്ടുള്ളവരാ. വെറുതെ വന്ന ഭാഗ്യം തട്ടിക്കളയാതെ കുട്ടി. ഇന്ന് ഇവിടുന്ന് ട്രെയിൻ കയറിയ രാവിലെ മദ്രാസ്, വൈകുന്നേരം കുട്ടിയുടെ മുഖത്ത് ക്യാമറയാ. ഒന്ന് അങ്ങോട്ട് സമ്മതിക്കടി. അവളും അവളുടെ ഒരു പരട്ട നാടകവും. നമുക്ക് പോയി തെരഞ്ഞാലോ? തെരയാനെന്താ, അവളെ കുഴിച്ചിട്ടിരിക്കുക സിമിത്തേരിയില്. ഇന്ന് അവൾ ഇങ്ങോട്ട് വരട്ടെ, അവളെ ഞാൻ സിമിത്തേരിയിലേക്ക് തന്നെ അയക്കുന്നുണ്ട്. ഇത് അവളായിരിക്കും. വഴിയിൽ നിന്ന് എവിടുന്നോ വിളിക്കുന്ന. മത്തായി ചേട്ടൻ ഞാൻ എടുത്തു നോക്ക്, ചെല്ല്. ഹലോ, മാന്നാർ മത്തായി സ്പീക്കിംഗ്. എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ആ കഷണ്ടി തെണ്ടിയാ. പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി. കുറച്ചുകൂടി നേരത്തെ പുറപ്പെടണോ? അരമണിക്കൂർ മുമ്പേ അവര് പുറപ്പെട്ടിട്ടുണ്ടെന്നു. വേണമെങ്കിൽ ഇനിയും നേരത്തെ പുറപ്പെടാമെന്ന്. അതെങ്ങനെയാ? അരമണിക്കൂർ മുമ്പ് അവർ പുറപ്പെട്ടെങ്കിൽ പിന്നെ അതിലും നേരത്തെ അവരെങ്ങനെ പുറപ്പെടും? ഷോ, അത് ശരിയാണല്ലോ. ഹലോ, എന്താടോ? നേരത്തെ നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് എവിടുന്നാ സംസാരിക്കുന്നത്? ഇത് ഇവിടുന്നല്ല, ബൂത്തിന്നാ. ബൂത്തിന്നോ? ആ, വഴിയിലൊരു ബൂത്തിന്ന്. അവരവിടുന്നല്ല സംസാരിക്കുന്നത്, വഴിയിലൊരു ബൂത്തിന്ന്. ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അതെ, ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അത് എന്നോടല്ല, അവരോട് ചോദിക്കും. ഹലോ, ഇത് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അതെങ്ങനെയാണോ താൻ ഇങ്ങോട്ട് വിളിക്കുന്നത്? ഞങ്ങൾ നിൽക്കുന്നത് ബൂത്തിലല്ലേ. ബൂത്തിലെ നമ്പർ തനിക്ക് എങ്ങനെ അറിയാം? ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച ഫോണാണ്. ഓ, കൺഫ്യൂഷൻ ആയല്ലോ. ആ, ഏതായാലും നിങ്ങൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടല്ലോ. വേണമെങ്കിൽ 1 മണിക്കൂർ മുമ്പേ പുറപ്പെടാം. മതിയോ? ആ, പുറപ്പെടു. അവരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു. ഞാനത് പറഞ്ഞ് 1 മണിക്കൂർ മുമ്പേ ആക്കി. എന്താ പോരെ? അവളെത്തി, ശകുന്തളെത്തിപ്പോയി. വണ്ടി കയറി. നീ സമയം കളയണ്ട, കയറി. നീ ആരാടി പുല്ലേ? വലിയ ഉർവശി നടിയാ. നിനക്ക് തോന്നിയതുപോലെ കയറി വരാൻ. നീ ഏത് കൊമ്പത്തെ നടിയാലും ശരി, അത് ഞങ്ങൾ എടുക്കണ്ട. അട്ടിച്ചിന്റെ കാരണക്കുട്ടി പൊട്ടിച്ചാളെ ഗദ്ദേ. അല്ല പിന്നെ നമ്മൾ 10-20 പേര് ഇവിടെ ഒരുങ്ങിക്കെട്ടി കാത്തു നിൽക്കുക. അവൾ അവൾക്ക് തോന്നിയ പോലെ വരിക. അത് ഈ കമ്പനി അടക്കത്തില്ല, മനസ്സിലായി? ഓ, കരയുന്നോ? ഈ കള്ളക്കണ്ണീരൊന്നുമല്ല, ശരിയായിട്ടുള്ള കണ്ണീര് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇനി വരുന്നില്ല. വരുന്നില്ലേ? എങ്ങോട്ട് വരുന്നില്ലെന്ന്? ഈ നാടകത്തിൽ ഇനി അഭിനയിക്കുന്നില്ല. ഒറ്റ ചവിട്ടി അമ്മച്ചെന്നാലുണ്ടല്ലോ. എന്റെ സ്വഭാവം ഇവളുടെ അഹങ്കാരം തീർത്തിട്ട് മതി ഇനി നാടകം. നീ എന്തായി കാണിക്കണേ? രൂപ 1ഉം 2ഉം അല്ല, 10,000 നിന്റെ അമ്മ അഡ്വാൻസ് ആയിട്ട് എന്നെ കയ്യിലോട്ട് മേടിച്ചത്. അത് എണ്ണി തന്നത് ഞങ്ങളാണെങ്കിൽ നിന്നെ നിലക്ക് നിർത്താൻ ഞാൻ കറിയാടി പിത്തക്കാടി. എടാ മതിയടാ, അവളെ നിലക്ക് നിർത്താനും വഴക്ക് പറയാനും ഈ ഞാനുണ്ട്. മത്താച്ചേട്ടാ, ഇവള് മര്യാദക്ക് വണ്ടി കയറണം. എന്താ പറഞ്ഞ പോട്ടെ, മോള് കരയണ്ട. ഇവന്മാര് 2 നാടകത്തിൽ പുതിയതല്ലേ, അതിന്റെ ഒരു പരിചയക്കേടാ ഈ ഉശിരും ചൂടും ഒക്കെ. ഈ വൈകി വരലും നാടകം മുടങ്ങലും ഒക്കെ നമ്മൾ എത്ര കണ്ടതാ. അതുകൊണ്ടല്ലേ ഈ മത്തായി ചേട്ടൻ മോളെന്തെങ്കിലും പറഞ്ഞു? മത്തായിച്ച എന്തെങ്കിലും പറഞ്ഞത് എനിക്ക് വിഷമമില്ലായിരുന്നു. ഇത് ഇനി നാടകത്തിൽ അഭിനയിക്കാൻ പോകണ്ടെന്ന് വീട്ടിൽ നിന്ന് എല്ലാരും പറഞ്ഞിട്ടും അവരോടൊക്കെ വഴക്കുണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടി. എന്തൊക്കെ അനാവശ്യവന്മാര് പറഞ്ഞത്? എന്താവശ്യം? ആവശ്യത്തിനുള്ളത് പോലും പറഞ്ഞില്ലല്ലോ. എടാ, നിന്നോടല്ലേ പറഞ്ഞത് മിണ്ടായിരിക്കാൻ. മോൾ ഇതൊന്നും കേട്ടില്ല എന്ന് വെച്ചാ മതി. കരയാണ്ട് വന്ന് വണ്ടി കയറി. ഇല്ല, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അയ്യേ, എന്താ ഇത്? ഇങ്ങനെയാണോ പെണ്ണുങ്ങള്? ദേ നോക്കി, വേണമെങ്കിൽ അവന്മാർക്ക് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവന്മാരെ കൊണ്ട് മാപ്പി ചോദിപ്പിക്കാം. പോരെ? മാപ്പി ചോദിക്കാൻ ഞങ്ങളെ പട്ടി വരും. ഒന്നും മിണ്ടാതിരിക്കണം പട്ടികളെ. ഇനിയും ഇവിടെ കിടന്ന് കുറച്ചാലുണ്ടല്ലോ, 2നും ഞാൻ ചവിട്ടി പുറത്തിടും. എടീ, എന്താ നീ കയറുണ്ടോ? അതോ നിനക്ക് വീട്ടിൽ പോണോ? എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടിക്കാണ്ടിരിക്കുക. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ. ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ.
പോരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചു തന്നാ മതി. നാടകത്തിനുള്ള സമയമായി. നാടകം കലക്കി. ഇന്നത്തെ ഒറ്റ കളി കൊണ്ട് 24 നാടക ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ കൊല്ലം ഉർവശി തിയേറ്റേഴ്സ് അലക്കും. ഈ സന്തോഷം നമുക്ക് ഇന്ന് ആഘോഷിക്കണം. ഇന്നത്തെ മുഴുവൻ ചെലവും ഈ എന്റെ വക. വണ്ടി പോട്ര പോറ്റി ഹോട്ടലിൽ ഇഡ്ഡലിയോ ദോശയോ പരിപ്പുഴയോ പഴംപൊരിയോ. ഇന്നത്തെ ദിവസമെങ്കിലും എച്ചിത്തരം കാണിക്കാതിരിക്കും മത്തായിച്ചേട്ടാ. ഡേയ് വണ്ടി ഹോട്ടൽ ഇന്റർനാഷണലിലേക്ക് കാശ് ഞങ്ങൾ കൊടുത്തോളാം. കാശ് നീ കൊടുക്കേണ്ട, കാശ് എന്റെ കയ്യിലുണ്ട്. ഇന്റർനാഷണൽ. പക്ഷേ ഒരു തീറ്റ മത്സരത്തിനല്ല നമ്മൾ പോണത്. അത് മനസ്സിൽ വെച്ചാൽ മതി. വണ്ടി ഇന്റർനാഷണലിലേക്ക് പോട്ടെ. വണ്ടി പോകാൻ വരട്ടെ. വണ്ടിയിൽ ഒരാൾ കുറവുണ്ട്. കുറവാ? അതാരാ? എല്ലാവരും കയറിയില്ലോ? ശകുന്തള കയറിയിട്ടില്ല. അയ്യോ, ഈ പെണ്ണെന്താ കയറാഞ്ഞേ? ശകുന്തള കയറിയിട്ടില്ലേ? എടാ, അവൾ അവിടെ എവിടെയെങ്കിലും നിന്ന് കരയായിരിക്കും. നിങ്ങൾ രണ്ടുപേരും നിന്ന് ക്ഷമ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ. ഇന്ന് അവളില്ലെങ്കിൽ കാണായിരുന്നു. ഇറങ്ങി പാടങ്ങട്, ഇറങ്ങി വരാൻ. അടക്കല്ലേ. ഞങ്ങളുടെ ഒരു നടി അതിന്റെ അകത്ത് വിട്ടുപോയിട്ടുണ്ട്. നടി? ഞങ്ങളുടെ നായിക ശകുന്തള. ശകുന്തളയോ? ആ പെങ്കൊച്ച് നേരത്തെ പോയല്ലോ സാറേ. നേരത്തെ പോയോ? എങ്ങോട്ട്? സിനിമയ്ക്കാ? വിടുന്ന വണ്ടി സിനിമ തിയേറ്ററിലേക്ക്. ഈ നേരത്തെ ഏത് സിനിമ? സെക്കൻഡ് ഷോ കഴിഞ്ഞ് തേർഡ് ഷോ. അതും ശരിയാണല്ലോ. പിന്നെ ഏത് സിനിമ കാണാനോ പോയത്? സിനിമ കാണാൻ പോയെന്നല്ല സാറേ പറഞ്ഞത്. പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോയെന്നാ പറഞ്ഞത്. സിനിമയിൽ അഭിനയിക്കാനാ? നിനക്കൊക്കെ തൃപ്തിയായില്ലടാ. പോച്ചു പറ്റില്ല. ഇന്റർനാഷണൽ നിന്നൊക്കെ ശരിയാക്കി തരാടാ ഞാൻ. മത്തായിച്ചേട്ടാ മത്തായിച്ചേട്ടന്റെ ദേഷ്യം കണ്ടാ തോന്നൂല. ഞങ്ങളാണ് അവളെ സിനിമയിലോട്ട് വിളിച്ചോണ്ട് പോയത്. ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ടൊന്നുമല്ല അവള് പോയത്. ചീത്ത പറഞ്ഞില്ലെങ്കിൽ അവള് പോകും. പോകാൻ ഒരുങ്ങി തന്നെ വന്നത്. എങ്കിൽ നാറിപ്പോയനെ. ഇതിപ്പോ നല്ല ചീത്ത പറഞ്ഞിട്ടാണല്ലോ അവളെ പറഞ്ഞു വിട്ടതെന്ന് ഓർത്ത് മത്തായിച്ചേട്ടൻ സമാധാനപ്പെടാടാ. സിനിമ വേണ്ട, നാടകം മതി എന്ന് പറഞ്ഞ് വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കി വന്ന പെണ്ണിനെ എടവും വലവും നിന്ന് തെറി പറഞ്ഞ് ഓടിച്ചിട്ട് ഞാനിപ്പോ സമാധാനപ്പെടണല്ലേ? എടാ, ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി പറയാൻ കൊള്ളാവുന്ന ചീത്തയാണടാ നിങ്ങളൊക്കെ പറഞ്ഞത്, പട്ടികളെ. അല്ല, അതിപ്പോ ഞാൻ അതിപ്പോ ഇല്ല. അവളെ നീ ഇത്രയും ചീത്ത വിളിക്കേണ്ട യാതൊരു കാര്യമില്ല. ഞാനും ചീത്ത വിളിച്ച് ഒന്നും വിളിച്ചില്ലേ? നീ അവളെ ഗദ്ദെന്ന് വിളിച്ചില്ലേ? പിത്തക്കാടിന്ന് വിളിച്ചില്ലേ? അത് ഞാൻ മാത്രമല്ല, മത്തായിച്ചേട്ടനെ വിളിച്ചില്ലേ? ഞാൻ വിളിച്ചു. എനിക്ക് അധികാരമുള്ളൂ. ഞാൻ വിളിച്ചു. കാരണവന്മാർക്ക് അടുപ്പിലും തുറന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് ആദ്യം മനസ്സിലാക്കും. മത്തായിച്ചേട്ടൻ അടുപ്പിൽ അലമാരിൽ എവിടാന്ന് വെച്ചാൽ തട്ടിക്കോ. അതേപോലെയാണോ നീ സ്റ്റേജ് വെച്ച് അവിടെ കണ്ണു കുട്ടിക്കല്ലേ നീ അടിച്ചത്? അതൊക്കെ എന്റെ ആക്ടിംഗ് അല്ലേ? ആക്ടിങ്? അവക്ക് ടൈമിംഗ് ഇല്ലാത്ത എന്റെ കുഴപ്പമാണോ? നമ്മൾ അടിക്കുമ്പോ ഇങ്ങനെ നിൽക്കണം. നമ്മൾ അടിക്കുമ്പോ മുഖം കൊണ്ടുവന്ന അടിയുള്ളൂ. അപ്പൊ നീ മനഃപൂർവ്വം അടിച്ചല്ല. നിനക്ക് മനഃപൂർവ്വം തോന്നി. അതാണ് ആക്ടിംഗ്. നിനക്കില്ലാത്തത്. ചുമ്മാ അല്ലടാ. ഫസ്റ്റ് ഡേ 24 നാടകം ബുക്ക് ചെയ്തു. പിന്നെ കൂടെ അഭിനയിക്കുന്നവർ അണപ്പല്ലടിച്ചളക്കിട്ടല്ലേ നാടകം ബുക്ക് ചെയ്യുന്നത്. വാഷ് പീസിന് അവളെ കട്ട ചോര തുപ്പിയത്. കട്ട ചോര. നന്നായി പോയി. നിന്റെ വൈഫൊന്നും അല്ലല്ലോ, പെങ്ങളൊന്നും അല്ലല്ലോ. ഇത്ര ദണ്ണം വരാൻ എനിക്കൊരു ദണ്ണമില്ല. അടുത്ത നാടകത്തിന് വേറെ നായിക ഉണ്ടായിക്കോണം. ഉണ്ടാക്കൂടാ. അവളെ ഈ ഭൂമിയിലെ അവസാനത്തെ നടിയൊന്നുമില്ലല്ലോ. വേറെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ. മത്തായിച്ചേട്ടാ, അവൾക്ക് വരെ 1000 എണ്ണത്തിന് ഞാൻ കൊണ്ടുവരും. 1000 എണ്ണത്തിന്. 1000 എണ്ണത്തിന് കൊണ്ടുവന്നിട്ട് നിന്റെ അപ്പൻ ചെലവിന് കൊടുക്കടാ. എടാ, ഒരെണ്ണത്തിന് കൊണ്ടുപോടാ. ഒരെണ്ണത്തിന് അവളെ പോലെ അഭിനയിക്കാൻ കഴിയുന്ന ഒരെണ്ണത്തിന് കൊണ്ടുപോവാ. ശരി, ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഇനി ഒരു നായികയെ കണ്ടെത്തിയിട്ടല്ലാതെ ഈ ഗോപാലകൃഷ്ണൻ വിശ്രമമില്ല. അപ്പൊ ഈ ജന്മത്തവൻ വിശ്രമിക്കത്തൂല്ല. എടാ, നീ എവിടേക്ക് പോണേ? കണക്ക് നോക്കണ്ടേ? കണക്കൊക്കെ ഞാൻ നോക്കിയോളാ. നീ അവിടെ പോയി കിടന്നു പിത്തക്കാടി. എന്താ നീ എന്താ പറഞ്ഞ? എന്നെ പിത്തക്കാടി മത്തായിച്ചേട്ടല്ലേ എന്നെ വിളിച്ചത്? ഞാനാണ് വിളിച്ചത്. ആണോ? അപ്പൊ പിന്നെ എന്നെ വിളിച്ചതാരാ? തോന്നിയതാവും. ടെൻഷൻ എന്റെ സമനില തെറ്റിന്ന് തോന്നണേ. കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. നാടകം തുടങ്ങാൻ ബെല്ലടിച്ചതല്ല. എഴുന്നേറ്റെ, മണി 8 അവന്റെ നടിയെ കൊണ്ടുവരാനെന്ന് പറഞ്ഞ് കറുത്ത കണ്ണടയും ടൈയും കയ്യിലൊരു പെട്ടിയുമായിട്ട് അസൽ കോമാളി വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അവനെ വിളിച്ചൊന്ന് പറഞ്ഞേര്. കണ്ട അലവലായ നടികളെ ഒന്നും വിളിച്ചോണ്ട് വരരുത്. ഒടുക്കൻ നായകനാകാൻ എന്നെ കിട്ടത്തില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. നിനക്ക് വേണ്ടി ഞാൻ സുസ്മിതാസ് എന്നെ കൊണ്ടുവരാം. അല്ലെങ്കിൽ വേണ്ട, ഐശ്വര്യ റായ് മതിയോ? ഒരണക്ക ട്രൂപ്പിനെ പറ്റി എന്തെങ്കിലും അല്ല, ഒരണക്ക നായകനായ നീ ഞാൻ കൊണ്ടുവരുന്ന നായികയെ വെച്ച് അഭിനയിച്ചാ മതി. ഗോപാലകൃഷ്ണ ഓടാ. മത്തായിച്ചേട്ടാ, ഒന്നിങ്ങോട്ട് നോക്കിയേ. ഒരു പെണ്ണുണ്ട്, 5 അടി പൊക്കം, മെലിഞ്ഞ ശരീരം, നല്ല വെളുത്ത നിറം, നീണ്ട മൂക്ക്, മനോഹരമായ കണ്ണുകൾ, ദാ ഇത്രയും മുടിയുണ്ട്. അസലായിട്ട് പാടും, ഡാൻസ് ചെയ്യും, അഭിനയിക്കും. അങ്ങനെ എടുത്തി മതിയോ? മതി, അത് മതി. ഇനി ഒന്നും ആലോചിക്കേണ്ട ഗോപാലകൃഷ്ണ, അവളെ ഫിക്സ് ചെയ്തേ. എങ്കിൽ അങ്ങനത്തെ ഒരുത്തിയാണ് എന്റെ മനസ്സിലുള്ളത്. കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കിട്ടും. ഇവനല്ലേ പോകുന്നത്. മിനിമം 3 എണ്ണത്തിനെങ്കിലും കിട്ടും. ഒരെണ്ണത്തിനെ നാടകത്തിൽ എടുത്തിട്ട് ബാക്കി 2 എണ്ണത്തിനെ മത്തായിച്ചേട്ടൻ എടുത്തു. ഈ ചൂടുള്ള കാപ്പിയെ മോത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഒരു കോമഡി പറഞ്ഞാൽ മനസ്സിലാവൂലേ? എന്നെ പറ്റി പ്രത്യേകിച്ച് പറ. അകത്തോട്ട് കയറിക്കോളൂ. ഇതാണ് എന്റെ മുറി.
തൽക്കാലം ബാഗും പെട്ടിയും ഒക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ബാത്റൂം പുറത്തുണ്ട്, കിണറും അതിനടുത്ത് തന്നെ ഉണ്ട്. റെസ്റ്റ് എടുത്തോളൂ, റെസ്റ്റ് എടുത്തോളൂ. അവളെ വിളിച്ച് ഞങ്ങൾ ആരാണെന്നും എന്താണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി തറാ. അതൊക്കെ ഞാൻ നല്ലോണം പറഞ്ഞിട്ടുമുണ്ട്, ശരിക്കും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു പ്രതീക്ഷയും വേണ്ട ബാലകൃഷ്ണ. എന്തായാലും കലക്കിട നീ, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. നീ എവിടുന്ന് പൊക്കിയിട ഇതിനെ? എവിടുന്നും പൊക്കിയതും താഴ്ത്തിയൊന്നുമല്ല. ഇവളെന്റെ മുറപ്പെണ്ണാണ്. എന്റെ അല്ല അവന്റെ. നിന്റെ മുറപ്പെണ്ണ? അതെ, എന്റെ അമ്മാവന്റെ മകൾ മീര. നിന്റെ ഏതമ്മാവന്റെ? ദേ, അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. അവൾ അപ്പം ഉണ്ടാക്കോ? ഓ, അപ്പം തിന്നാ മതി. ഇവൻ കുഴി എണ്ണണ്ടാന്ന്. ഓക്കെ, ഞാൻ കുഴി എണ്ണുന്നില്ല. ഏതായാലും അവൾ എന്റെ നായികയാകുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അമ്മാവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അവള് നായികയായിട്ട് അഭിനയിക്കണമെങ്കിൽ ഞാൻ നായകനായിരിക്കണമെന്ന്. പോയി പള്ളി പറഞ്ഞാ മതി. മത്താച്ചേട്ടാ, ഇത് അടവ്. എന്റെ നായക വേഷം തട്ടിയെടുക്കാനുള്ള ഇവന്റെ അടവ്. അതേടാ, അടവ് തന്നെ. നിനക്ക് നായകനാവണമെങ്കിൽ നീ പോയി കൊണ്ടുപോകണം നായികയെ. ഞാൻ കൊണ്ടുവന്ന നായികയെ വെച്ച് നീ എങ്ങനെ നായകനാവണ്ട? ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നായകന് നായികയെ സപ്ലൈ ചെയ്യുന്ന വില്ലൻ, നായകന്റെ നായികയെ തട്ടിയെടുക്കുന്നവനല്ലേ വില്ലൻ? പിന്നെ അപ്പൊ ഇവരല്ലേ വില്ലൻ? അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഓരാ, മത്തായി ചേട്ടനോട് തീരുമാനിക്കട്ടെ. പക്ഷെ നായികയും വേറെ തീരുമാനിക്കേണ്ടി വരും. അല്ല, ഇവൻ നായകനും നീ വില്ലനും ആയി വെച്ചിട്ട് ഇപ്പൊ എന്താ ഒരു കുഴപ്പം? അപ്പൊ ഈ കഴിഞ്ഞ നാടകങ്ങളൊക്കെയോ? അങ്ങനെ ആയിരക്കണക്കിന് നാടകമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ആകപ്പാടെ ഒരു നാടകല്ലേ കളിച്ചിട്ടുള്ളൂ. പോരെ, എത്രായിരം ജനം കണ്ടതാ. അവരോടൊക്കെ എന്ത് സമാധാനം പറയും? അവരെല്ലാം സന്തോഷിക്കും. നീ മിണ്ടരുത്. തന്നെയുമല്ല, നായകനാവാനുള്ള ലുക്ക് വന്നുണ്ടോ? ലുക്കിന്റെ പുണ്യൊന്നും നീ പറയണ്ട. ലുക്ക് നോക്കി നായകനാക്കണമെങ്കിൽ പുറത്തുനിന്ന് ആമ്പിളരെ വിളിച്ചോണ്ടെന്ന് അഭിനയിപ്പിക്കേണ്ടി വരും. നീ പറ, നിനക്കിപ്പോ വില്ലനാവാൻ പറ്റുമോ? പറ. നീ എവിടേക്ക് പോണേ? പറ്റൂല്ലെങ്കിൽ പോവാൻ പറ മത്തായി ചേട്ടാ. മത്തായി ചേട്ടൻ എത്ര വില്ലൻ വേണം? ഞാൻ കൊണ്ടുവരാം. നല്ല മണി പോലുള്ള വില്ലന്മാരെ. നീ കൊണ്ടുവരും. അങ്ങനെ നീ വേറെ വില്ലന്മാരെ കൊണ്ടുവന്നിട്ട് എന്നെ ഒഴിപ്പിക്കാൻ നോക്കണ്ട. മത്താച്ചേട്ടാ, ഞാൻ തയ്യാറാ. വില്ലനെങ്കിൽ വില്ലൻ. നീ എനിക്കൊരു ഷെയ്ക്കിന്റെ. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. നായകൻ നീ, വില്ലൻ നീ. തെറ്റി. നായകൻ നീ, വില്ലൻ നീ. പ്രശ്നം തീർന്നല്ലോ. ഗോപാലകൃഷ്ണ, നാടകത്തിൽ മാത്രമല്ല, ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ വില്ലനായിരിക്കും. ഇവനുണ്ടല്ലോ ഈ ഊളെ, ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ഇവൻ എന്റെ പെണ്ണിന്റെ മുറിയിൽ ഒളിഞ്ഞു നോക്കി. അത് ഇവനെ നോക്കിയതാ മത്താച്ചേട്ടാ. എന്നെ നോക്കണത് അവളുടെ മുറിയിലാണോ? എന്നെ കാണണമെങ്കിൽ കക്കൂസി വന്ന് നോക്കണമായിരുന്നു. അപ്പൊ നീ കക്കൂസിലാണ് കിടന്നുറങ്ങിയത്? കിടന്നുറങ്ങിയതല്ല മത്താച്ചേട്ടാ, ഞാൻ കക്കൂസി പോകുന്ന തക്കം നോക്കി ഇവൻ അവളുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കി. നോക്കി സത്യമാ. അതിനകത്ത് ആരാന്നറിയാൻ നോക്കിയതാ. ഇവൻ കക്കൂസിലായിരുന്നെങ്കിൽ പിന്നെ അതിനകത്ത് ആരാ? അതിനകത്ത് ആര്? അവള് തന്നെ. അല്ല, അതിനകത്ത് അവളെ കൂടാതെ വേറെ ആരാണ്ടുണ്ട്. അവൾ ആരോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അവൾ ആരോട് സംസാരിക്കാൻ? വെറുതെ എന്റെ പെണ്ണിനെ പറ്റി വേണ്ടാതിനം പറഞ്ഞാലുണ്ടല്ലോ. വേണ്ടാതീനോനോ വേണ്ടാത്ത ദിനോനോ ചെന്ന് വാതിലോട് നോക്കണം. മീരേ, വാതിലൊന്ന് തുറന്നേ. ആരാകത്ത്? ആരുമില്ല. എന്നാ പോവാ. നിക്കേ, പിന്നെ നീ ആരോട് സംസാരിച്ചത്? ഞാൻ ആരോട് സംസാരിച്ചില്ല. ഞാൻ കേട്ടാണല്ലോ നീ സംസാരിക്കുന്നത്. അതോ, ദേ ഞാൻ നാടകം പഠിക്കായിരുന്നു. മത്താച്ചേട്ടനല്ലേ പറഞ്ഞ നേരം വെളുക്കുമ്പോഴേക്കും നാടകം കാണാപ്പാടമായിരിക്കണോന്ന്. ഇനി മാറാനും മതിയാക്കാനും ഒന്നും പറ്റില്ല. ഇവൻ എന്റെ മുറപ്പെണ്ണിന്റെ ചരിത്രത്തെയാണ് സംശയിച്ചിരിക്കുന്നത്. ഇവനെ ഇവിടെ വെച്ചോണ്ടിരിക്കരുത്. ഇപ്പൊ തന്നെ ഷെയർ കൊടുത്ത് പറഞ്ഞു വിട്ടേ. ഷെയർ കൊടുത്ത് പറഞ്ഞേക്കണോ, ഷെയർ കൊടുക്കാണ്ട് പറഞ്ഞേക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ബാലകൃഷ്ണ, പോയേ ചെന്നോട് മാപ്പി വയ്ക്കും. മാപ്പും കോപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന് തക്കതായ ശിക്ഷ കൊടുക്കണം, അല്ലാണ്ട് ഞാൻ സമ്മതിക്കില്ല. ശിക്ഷ? എന്ത് ശിക്ഷ? പണ്ടൊരു നടിയുടെ പ്രശ്നത്തിന് എന്റെ കൈ അറിയാണ്ടെന്ന് തൊട്ടെന്ന് പറഞ്ഞ് ഒരാഴ്ച എന്നെ കൊണ്ട് അടുക്കളപ്പണി ചെയ്യിപ്പിച്ചില്ലേ? അതുപോലെ ഇവരെ ചെയ്യിപ്പിക്കണം. അത് നീ അറിയാണ്ട് ഒട്ടൊന്നുമല്ലോ, മലപ്പുറം ചെയ്തല്ലേ? അതേപോലാണോ ഇത്? നീ മിണ്ടരുത്. നിനക്ക് വോയിസ് ഇല്ല. മത്തായി ചേട്ടാ, ശിക്ഷ നടപ്പാക്കുന്നോ ഇല്ലയോ? ഇല്ലെങ്കിൽ നാളത്തെ ഫസ്റ്റ് ബസ്സിന് ഞാനും അവളും സ്ഥലം വിടും. ഓ, ഇത് വലിയൊരു ശല്യായില്ലോ. ബാലകൃഷ്ണ, നാളെ മുതൽ ഇവിടുത്തെ പാചകം നീ ഒറ്റയ്ക്ക് ചെയ്യണം. ഒരാഴ്ചത്തേക്ക്. ഒരാഴ്ച പോരെ? തൽക്കാലം മതി. ബാക്കി പിറകെ ഒരു മാസം പറയേണ്ടതായിരുന്നു. ഉറക്കൊളിച്ച് പെണ്ണുങ്ങളെ നോക്കാൻ നടക്കല്ലേ? ആഹാ, ആള് ഇവിടെ വന്ന് നിൽക്കുക. നിന്നെ കാണാനും പരിചയപ്പെടാനും ഒക്കെ ആയിട്ട് നമ്മുടെ ക്യാമ്പിലുള്ളവർ ഇപ്പൊ ഇവിടെ എത്തും. അതിനു മുമ്പ് ഇവിടുത്തെ ഏതാണ്ട് ഒരു സിറ്റുവേഷൻ ഒക്കെ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഞാനാണ് ഇവിടുത്തെ മെയിൻ.
മാന്നാർ മത്തായി. ഇതിന് നല്ലോണം ആഴമുണ്ടോ? ആഴോ? ആഴം ഞാൻ ചാടി നോക്കിയിട്ടില്ല. ചാടി നോക്കിട്ട് അറിയിക്കാം. എന്നാല് ഞാനൊന്ന് ചാടി നോക്കിയാലോ? എന്ത്? ഇതേ ചാടി ഇതിന്റെ ആഴം വരെ ഒന്ന് ചെന്ന് നോക്കിയാലോ ഒന്ന്? എന്തിന്? വെള്ളത്തിൽ ഭാരങ്ങൾ ഇല്ലാണ്ടാവുന്നല്ലേ പറയാറ്? നമുക്കൊക്കെ എന്തോരം ഭാരങ്ങളാ. ഈ ഭാരങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ അങ്ങ് ആഴം വരെ ചെല്ലണം. എന്നിട്ട് ഒരു ഭാരം ഇല്ലാണ്ട് വെറും പൊങ്ങ് തടി പോലെ കിടന്ന് വെള്ളത്തിന്റെ താളത്തിൽ അങ്ങനെ ഒഴുകി നടക്കണം. എന്തൊരു രസമായിരിക്കും അത്. എന്ത് രസം? സത്യം പറ. ഞാൻ ആരോടും പറയില്ല. നിനക്ക് വല്ല ഭ്രാന്തുണ്ടാ? സത്യം പറയുമ്പോ മറ്റുള്ളവർക്ക് ഭ്രാന്തായിട്ടേ തോന്നും. മതി സത്യം പറഞ്ഞത്. പോയേ. ഇതുപോലുള്ള സത്യം മേലിലൂടെ മിണ്ടി പോകരുത്. പോയേ, കയറി പോയേ. ഓ, എന്താ പെണ്ണ് പറഞ്ഞിട്ട് പോയത്? കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല. കെട്ടിച്ചടിച്ചാവാൻ. റെഡി? 1 2 3 4. എന്താടാ ചായ റെഡിന്ന്? റെഡി ആയെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് സപ്ലൈ ചെയ്തൂടെ? സപ്ലൈ ചെയ്യാൻ നിന്റെ അമ്മായച്ചനോട് എന്ന് പറ. എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വന്നേ, നമുക്ക് നോക്കാം. റെഡി? മീരയ്ക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ? ഒന്നേ പറയണ കേട്ടോ. 1 2 3 4. കളഞ്ഞില്ലേ കഞ്ഞിങ്കലം? അണ്ണാ ഇവിടെ അണ്ണാ, ഇങ്ങോട്ട് നോക്കണ്ട. ഇതേതാ ഈ കൊരങ്ങച്ചൻ? നീ എന്തിനാണ് അവിടെ കയറി ഇരിക്കുന്നത്? ഇങ്ങോട്ട് ഇറങ്ങ്. ഇറങ്ങാൻ പറ്റൂല അണ്ണാ. ഇറങ്ങാൻ പറ്റൂലെന്നാ? ഇങ്ങോട്ട് ഇറങ്ങണം. ഡാൻസ് ഒന്ന് റിഹേഴ്സൽ ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഓരോരോ പാര. അത് ചൊടിക്കണ അവന്റെ കാല്. എന്റെ അമ്മോ! എന്റെ ദൈവമേ, ഈ പിച്ചക്കാരെല്ലാവരും കൂടി എവിടേക്ക് പോണേ? പിച്ചക്കാരന്റെ അപ്പൻ നടക്കണ. അവജീവിത താരകളെ, വരുതേനഴുമരുവികളെ, ഒഴുകി വരും നന്മകൾ തൻ ഒരു സുന്ദര ഗാനവുമായി, നിറപറയും ദീപവുമായി എതിരേൽക്കാം ഞങ്ങൾ താളമേളമോടെ നിന്നെ. മത്തായി ചേട്ടോ, ഒരു കോള് വരുന്നുണ്ട്. കോളാ? ആ, ഏതോ ബുക്കിംഗുകാർ കാറി വന്ന് ചാടിയിട്ടുണ്ട്. ഇവനാര് കാറി കയറ്റിയത്? ഇറങ്ങി വന്നാട്ടെ. എന്റെ അമ്മേ, എന്റെ അമ്മ. പാപികൾക്കു വേണ്ടി മുൾക്കിരീടവും ചുമന്നവൻ. മത്തായി ചേട്ടാ, ആ പിശാചെന്റെ അമ്മയും കൊണ്ട് വരുന്നു. എതിരേൽക്കാം ഞങ്ങൾ. നിർത്തുന്നുണ്ടോ? ഇവിടെ വെച്ച് എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മത്തായി ചേട്ടനായിരിക്കും. ഇവിടെ വെച്ച് നിന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിക്കാൻ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ മുറപ്പെണ്ണിനെ ഞാൻ തട്ടിക്കൊണ്ട് വന്നതാണെന്ന്. എന്തിനു വേണ്ടിയാ? മത്തായി ചേട്ടന്റെ ഈ നാടക സംഘം പൊളിയാതിരിക്കാൻ വേണ്ടി. അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? അതൊക്കെ ആ തെണ്ടി എന്റെ അമ്മയോട് പറഞ്ഞു കൊടുത്ത് അവളെ എങ്ങാനും കാണിച്ചു കൊടുത്താൽ എന്റെ അമ്മ ഹൃദയം പൊട്ടി മരിക്കും. അയ്യോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരും കാണില്ല, ഈ നാടക സംഘം കാണില്ല, മത്തായി ചേട്ടനും കാണില്ല. നമ്മുടെ പുന്നാരപ്പൻ ചോദിക്കും. അയ്യോ അമ്മയാ, അമ്മ ഇതപ്പോ വന്നു. തൊട്ടുപോരുത് അമ്മ, ഇത് ഞാനാ, ഗോപാലകൃഷ്ണൻ. മാറിയിരിക്കടാ. ഏതാടാ അവള്? എവള്? നീ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ആ പെണ്ണ് ഏതാന്ന്? ഇതങ്ങനെ കുഴപ്പമുള്ള പെണ്ണൊന്നല്ല, നിങ്ങളുടെ ആങ്ങളയുടെ ഇവന്റെ അമ്മാവന്റെ മോളെ. അമ്മ എല്ലാം ഞാൻ പറയാം. നീ ഒന്നും പറയണ്ട. എനിക്കില്ലാത്ത ഏത് ആങ്ങളയുടെ ഏത് മകളാണെന്ന് പറഞ്ഞാ മതി. ഏതമ്മാവന്റെ ഏത് മോള്? അമ്മ അമ്മാവനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരതൊക്കെ അറിയണോ? ഇതൊക്കെ നമ്മുടെ കുടുംബ കാര്യങ്ങളല്ലേ? അമ്മ വന്നേ, ഏതമ്മാവന്റെ ഏത് മോള്? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ പന്നി? ഈ അമ്മയുടെ ഒരു കാര്യം ശരിയാക്കി തരാട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഈ ഭാഷ അറിയാൻ വയ്യാത്ത നാട്ടിലൊന്നും നാടകം ബുക്ക് ചെയ്യണ്ടാന്ന്.
അതിന് ഭാഷ അറിയാത്തവരുടെ മുന്നിലല്ലല്ലോ നാടകം കളിക്കണേ, ഇവിടുത്തെ മലയാളികളുടെ മുന്നിലല്ലേ. ഈ വഴി അന്വേഷിക്കാൻ പോയവൻ എവിടെ പോയി? ചത്ത മത്തായിച്ചേട്ടാ, ഗോപാലകൃഷ്ണ, മത്തായിച്ചേട്ടാ ഞാൻ കണ്ട്. ഗോപാലകൃഷ്ണൻ ഞാൻ കണ്ടാ. കണ്ടെങ്കിൽ കിടന്ന് ചാടന എന്തിനാ? അങ്ങോട്ട് പോയാ പോരെ? അതല്ല മത്തായിച്ചേട്ടാ, ഞാൻ അവളെ കണ്ടു. നമ്മുടെ മീരെ. മീരെ? ആ, ഞാൻ അവളെ നേരിട്ട് കണ്ട്. അതെങ്ങനെ ചത്തുപോയ മീരെ നീ നേരിട്ട് കാണുന്നു? എടാ, അവള് ചത്തിട്ടില്ലടാ, അവള് ജീവിച്ചിരിപ്പുണ്ട്. നിനക്ക് തലയ്ക്ക് ഭ്രാന്താ? എന്റെ മത്തായിച്ചേട്ടാ, സത്യമായിട്ടും അവള് ചത്തിട്ടില്ലെന്ന്. ഞാൻ അവളെ മീരെന്ന് വിളിച്ചപ്പോ തിരിഞ്ഞു നോക്കി, എന്നിട്ട് ഒറ്റ ഓട്ടം. ഞാൻ അവളെയും കണ്ട്, അവൾ എന്നെയും കണ്ട്. അവളുടെ പിന്നാലെ പോയി അവള് നിൽക്കുന്ന സ്ഥലവും കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്. വാ, വേഗം വാ, കാണിച്ചു തരാം, വാ. നിൽക്കുന്നു. എന്താ അവളാണ് നമ്മുടെ മീരേത്? ഏത്? ആ കന്യാസ്ത്രീയാ? കന്യാസ്ത്രീ അല്ല മത്തായിച്ചേട്ടാ, അതൊരു മുസ്ലിം സ്ത്രീയാണ്. ഇവന്റെ തലയ്ക്ക് ഓളമാണ്. മത്തായിച്ചേട്ടൻ വന്നേ. നീ നിക്ക്, അത് അവളാണ് ഇല്ലയോ ഞാൻ കാണിച്ചു തരാം. ബാലകൃഷ്ണ, ഞാൻ കണ്ടതല്ലേ, നിങ്ങൾ വാ, ഇങ്ങോട്ട് വാ. മീരേ, सॉरी औरत को छेड़ता है हराम साले तेरे छोड़ देता भाई मार कोई मार साले को अरे उस्मान भाई क्या है क्या हुआ ബാലകൃഷ്ണ ഓടിക്കോ, ഹിന്ദിക്കാരന്മാർ വളയുണ്ട്, ഓടിക്കോ. ബാലകൃഷ്ണ തള്ളി കളഞ്ഞിട്ട് വാടാ. മതിയടാ, പിടിച്ചോണ്ട് വരാൻ. ഓടത്തൊപ്പിക്കാരാണ്. ഓടിക്കടാ, ജീവൻ ഓടിക്കോ.